9 അധ്യായങ്ങൾ കഴിഞ്ഞു. മൊത്തം 701 ശ്ലോകങ്ങളിൽ 372 ശ്ലോകത്തിൽ എത്തി നിൽക്കുക. നമ്മൾ 373 വേണമെങ്കിൽ പറയാം. ബാക്കി എത്ര ശ്ലോകമുണ്ട് എന്നറിയാലോ. 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ എന്തൊക്കെ ചർച്ച ചെയ്തു എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് സ്വാമി കരുതില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. ഭഗവാൻ അതുകൊണ്ടാണ് പലതും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ചില കാര്യങ്ങളൊക്കെ, ചില പരാമർശങ്ങളൊക്കെ സ്വാമി നടത്തുന്നത് ചിലരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്വാമിയോട് ക്ഷമിക്കണം. അതുപോലെ അത് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ്. നമുക്ക് തിരുത്താമെന്ന് പറയാം. ഒന്ന്, ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഗിനാം എന്ന് 3-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആളുകളിൽ ബുദ്ധിഭ്രമം ഉണ്ടാക്കരുത്. ന ബുദ്ധിഭേദം ജനയേ. അത് നമുക്കൊക്കെ ഉള്ള താക്കീതാണ്. ആളുകളിൽ ഒരു ബുദ്ധിഭേദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാം. സ്വാമിയാരാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഗീതാശാസ്ത്രം ശ്രവിക്കുന്ന കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു സാധാരണ അതിൽ നിന്ന് കുറേയും കൂടെ ഉയർന്ന തലത്തിലാണ്. അതെങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ക്ഷേത്ര ദർശനം പതിവായി നടത്തുന്ന ആരോടെങ്കിലും വരൂ ഗീതാ ക്ലാസ് കേൾക്കാൻ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും, ഇല്ല, എനിക്ക് അതൊന്നും വേണ്ട, ഞാനിതാ ഭഗവാന്റെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കൂടുന്നുണ്ട്, എനിക്ക് അതിന്റെ ആവശ്യമില്ല, അതൊക്കെ നിങ്ങളൊക്കെ കേട്ടോളൂ. അവരതിനെ പൂർണ്ണമായിട്ട് നിഷേധിക്കൊന്നുമില്ല. എന്നാലും ചിലരങ്ങനെയാണ്. ഇതിൽ തന്നെ പല ആളുകളുണ്ട്. ഭാഗവതം കേൾക്കുന്നവര് ഭാഗവതം മാത്രമേ കേൾക്കുള്ളൂ, അവരിത് കേൾക്കില്ല. ഭഗവത്ഗീത കേൾക്കുന്നവർക്ക് ഭാഗവതത്തോടൊരു പുച്ഛാണ്. അത് കുറച്ച് വയസ്സായിട്ടുള്ള ആളുകൾ ഉറക്കം തൂങ്ങിക്കൊണ്ട് അങ്ങോട്ട് ഇരിക്കും. രാവിലെ അവർ വരും. പിന്നെ ചില സ്ഥലങ്ങളിൽ കാണുമ്പോഴും അതൊരു ശരിയാണെന്ന് തോന്നും. കാരണം ഭാഗവതം കാര്യമായിട്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം പറയുമ്പോഴേ അവർ ഉണരുക. ഗോവിന്ദ ഗോവിന്ദ പിന്നെ തുടങ്ങും വീണ്ടും. അതുവരെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാനുള്ളതാ ഓരോ അധ്യായത്തിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നടക്കുന്നുണ്ട്. കൂട്ടത്തില് ശ്രദ്ധാലുക്കളുണ്ട്. ഇപ്പം ഭക്തന്മാര് അല്ലെങ്കിൽ ഈ സാധകന്മാര് പല പ്രകാരത്തിലാണ്. ഇവിടെ സ്വാമിയോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയമായിട്ട്, നമ്മൾ പറഞ്ഞുവല്ലോ, എന്താണ്, ഗുരുവായൂർ അമ്പലത്തില് ഒരമ്മ നിന്ന് റേഷൻ കാർഡിന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പം ആ അമ്മയെ സംബന്ധിച്ച് ഭഗവാനാണ് ആ ഏക ആശ്രയം. വേറെ ആരോട് പറയാനാ? തന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുന്ന ഒരു ഇടമായിരിക്കാം, ഒരു കേന്ദ്രമായിരിക്കാം. തനിക്ക് എല്ലാ പ്രശ്നങ്ങളും പറയാനുള്ള ഒരാള്. നമുക്കൊരാൾ എഴുതി ചോദിച്ചിരുന്നു. അങ്ങനെ ഗുരുവായൂരപ്പൻ ആ റേഷനിങ് ഓഫീസറുടെ മനസ്സിൽ ഇരുന്നിട്ട് തോന്നിക്കട്ടെ എനിക്കത് തരാൻ, തീർച്ചയായിട്ടും അതിനെ സ്വാമി സ്വീകരിക്കും. അതാണ് അതിന്റെ ശരി. കാരണം ഭാഗവതത്തിലും ഈ ഒരു സന്ദർഭത്തെ വിസ്തരിക്കുന്നില്ലെങ്കിലും മഹാഭാരതത്തിൽ ഇതിന്റെ വിസ്താരം കാണാം. ഭീഷ്മ പിതാമഹൻ 9ാമത്തെ ദിവസം യുദ്ധം തുടങ്ങി. 9ാമത്തെ ദിവസം ദുര്യോധനൻ വന്ന് ഈ ഭീഷ്മരോട് പലതും പറയുന്നുണ്ട്. അങ്ങ് പാണ്ഡവന്മാരുടെ പക്ഷത്താണെന്നും എനിക്ക് അങ്ങേ സംശയമുണ്ട് എന്നും, അത്തരത്തില് ഭീഷ്മര് നിലകൊള്ളുന്നതിന് പൂർണ്ണമായി ദുര്യോധനൻ
സംശയിക്കുന്നു എന്ന് ഭീഷ്മരെ വളരെ പച്ചയ്ക്ക് അങ്ങോട്ട് ബോധിപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് ഭീഷ്മർക്ക് ദേഷ്യം വന്നു. ദേഷ്യം അഭിനയിച്ചു ഭീഷ്മര്. വന്നോ വന്നില്ലേ എന്നുള്ളത് വേറെ കാര്യം. ഭീഷ്മര് പറഞ്ഞു, ദുര്യോധന, നാളെ നീ ഇതുവരെ കാണാത്ത യുദ്ധം നീ കാണും. ഒരു കണക്ക് പറഞ്ഞു ഭീഷ്മര്. കണക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത്രയും കാലാളിനെയും അതുപോലെ കുതിരപ്പടയും ഇന്നതൊക്കെ ഞാൻ ശരിയാക്കുമെന്ന് പറയാം. ഇത്രത്തോളം ഞാൻ നാമാവിശേഷാക്കും. നാളെ നീ കണ്ടോ. അതൊക്കെ സംഭവിക്കാം. പക്ഷെ ഒരു സന്ദർഭത്തിൽ നമ്മൾ കയറി അപ്പൊ സമാധി എന്താ പറയാ സ്വായത്തമാക്കാൻ, അതിനെ നേടാൻ ആഗ്രഹിക്കുന്ന ഒരുവന് ഇതിനെയൊക്കെ അതിവർത്തിക്കേണ്ടതുണ്ട്. അവിടെ പിന്നെ റേഷൻ കാർഡിനൊന്നും സ്ഥാനമില്ല. ആ നിലയിൽ മാത്രമാണ് സ്വാമി ചിലയിടത്തൊക്കെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കണം, അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സ്വീകരിക്കണം. അല്ലാതെ ഇവിടെ നേരത്തെ പറയപ്പെട്ടു കഴിഞ്ഞതാണ്, ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് വിധത്തിൽ എന്നെ ഭജിച്ചാലും അവിധിപൂർവകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും അത് എന്നിൽ പ്രവേശിക്കുന്നു, എന്നിലാണ് അത് എത്തിച്ചേരുന്നത്. പക്ഷെ അവർക്ക് അറിയില്ല എങ്ങനെ എന്നിലേക്ക് വരണം എന്ന വഴി അറിയാതെ പക്ഷെ അവർ ചെയ്യുന്നു. ഇതൊക്കെ ശാസ്ത്ര സമ്മതം തന്നെയാണ്. ഭൗതികമായിട്ടുള്ള കാമനകൾ, ആഗ്രഹങ്ങളുടെ പിറകെ നാം പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ സത്യത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. റേഷൻ കാർഡ് കഴിഞ്ഞാൽ അടുത്ത കാർഡ് വേറെ വരും. വോട്ടർ കാർഡായിരിക്കും, അത് കഴിഞ്ഞാൽ വേറൊരു കാർഡ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വേറൊരു കാർഡ് ഉണ്ടാവും. ഇങ്ങനെ കാർഡുകൾ അധികരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ സ്വാമിയുടെ അടുത്ത് വരുമ്പം നിങ്ങൾക്ക് വേദന തോന്നുന്നുവെങ്കിൽ സദയം ക്ഷമിക്കുക. നമുക്ക് മുന്നോട്ട് പോവാം. 10-ാം അധ്യായം വിഭൂതിയോഗം. ഭഗവാൻ പറയുന്നു, നോക്കാം, കേൾക്കാം. അഥ ദശമോऽധ്യായഃ വിഭൂതിയോഗഃ. ശ്രീഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വചഃ. യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. 7, 8, 9 അധ്യായങ്ങളില് മോക്ഷത്തെ പ്രാപിക്കുന്നതിന്റെ ഉപായങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ സംസാരിച്ചത്. 9-ാം അധ്യായത്തിൽ എത്തിക്കഴിഞ്ഞപ്പം രഹസ്യങ്ങളുടെ രഹസ്യവും ഭഗവാൻ അർജുനന്റെ മുൻപിൽ അവതരിപ്പിച്ചു. ആ ഏകാന്ത ഭക്തിയോടുകൂടിയിട്ട്, അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടിയിട്ട്, അർജുന, ഞാനായിരിക്കട്ടെ നിന്റെ ലക്ഷ്യം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. തുടർന്ന് ഇതാ 10-ാം അധ്യായത്തില് ഭഗവാൻ തന്റെ വിഭൂതിയെ അവതരിപ്പിക്കുകയാണ്. അതിനായിട്ട് ആമുഖമായിട്ട് ഭഗവാൻ പറഞ്ഞു, അല്ലയോ വീരനായിട്ടുള്ള അർജുന, എങ്ങനെയുള്ളവനാണ് നീ? പ്രിയമാണായ തേ ഹിതകാമ്യയ ഭൂയഃ ഏവ യത് വചഃ അഹം വക്ഷ്യാമി. ഞാൻ നിനക്ക് ഞാൻ പറഞ്ഞു തരാം കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടെന്നാൽ നീ അങ്ങേയറ്റം ശ്രദ്ധാലുവാണ്, നീ പ്രീതിയോടുകൂടി ഇരിക്കുന്നവനാണ്, കേൾക്കാൻ തൽപരനായിട്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ ക്ഷേമത്തെ മുൻനിർത്തി നിന്നിലുള്ള താത്പര്യത്തെ വെച്ചുകൊണ്ട് ഞാൻ നിനക്ക് ആ പരമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ വേറൊരു പ്രകാരത്തിൽ നിനക്ക് പറഞ്ഞു തരാം, ഇനിയും പറഞ്ഞു തരാം പലതും. എന്നിട്ട് ഭഗവാൻ പറയുന്നു കാര്യങ്ങൾ. നമേ വിദു സുരഗണാഃ പ്രഭവം നമഹർഷയഃ. അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. നമേ വിദുഃ സുരഗണാഃ പ്രഭവം ന മഹർഷയഃ. അഹമാദിഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. മേ പ്രഭവം, മേ എന്റെ പ്രഭവം, ഉത്പത്തി, ഞാൻ എവിടെ നിന്നാണോ ജാതമായത്, ഈ രഹസ്യത്തെ സുരഗണാഹ, സുരഗണന്മാർ എന്ന് പറഞ്ഞാൽ ദേവ സമൂഹങ്ങൾ, ദേവന്മാർ, ന വിദുഹു, അറിയുന്നില്ല. എന്റെ ഉദ്ഭവത്തെ, എന്റെ ആവിർഭാവത്തെ, എന്റെ ഉത്പത്തിയെ ദേവന്മാർ അറിയുന്നില്ല. മഹർഷയ, മഹർഷികളും ന വിദുഹു, അവരും അറിയുന്നില്ല എന്ന് പറയാം.
ഹി എന്തുകൊണ്ടെന്നാൽ അഹം സർവശഃ ദേവാനാം മഹർഷീണാം ച ആദി. എന്തുകൊണ്ടാണ് മഹർഷികൾക്കും ദേവന്മാർക്കും എന്നെ അറിയാൻ സാധിക്കാത്തത് എന്നാണെങ്കിൽ ഞാൻ അവർക്കെല്ലാം ആദിയാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെല്ലാം കാരണമാകുന്നു. അപ്പൊ ഇതെന്താ സ്വാമി? അതെ, ഇതെന്താന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയുകയാണ്. അപ്പൊ നമ്മുടെ മുഴുവൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ ഒക്കെ കുറച്ചൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്താ പ്രതീക്ഷ? അറിഞ്ഞു കളയാം. ഇതാ ഇപ്പൊ പറയുന്നു, മഹർഷിമാര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, ദേവന്മാര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, ഇവർക്കൊന്നും അറിയാൻ സാധിക്കാത്തതാണ് എന്റെ ഭാവം, പരംഭാവം എന്ന്. ഇതിന് പല പ്രകാരത്തില് പറയാം. ഒന്ന്, ഉപനിഷത്തിൽ തന്നെ ഇതിനെയൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ന തത്ര ചക്ഷുഹു ഗച്ഛതി ന വാഗ് ഗച്ഛതി നോ മനഃ ന വിദ്മഃ ന വിജാനീമഃ യദൈതദനുശിഷ്യാത് അന്യദേവ തദ്വിദിതാദോ അവിദിതാദതി ഇതി ശുശ്രുമ പൂർവേഷാം യേനസ്തത് വ്യാജചക്ഷിരേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിൽ. അതിനെ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളുടെ പൂർവികന്മാര് പറഞ്ഞിട്ടുണ്ട് അതിനെ അറിയാൻ പറ്റില്ല എന്ന്. അപ്പൊ ഇവിടെ എന്താ ഭഗവാൻ പറയുന്നത്? ദേവസമൂഹങ്ങള് അല്ലെങ്കിൽ മഹർഷികള് ഇവർക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവര് എന്നിൽ നിന്നാണ് അവർ ജാതമായത്. അതുകൊണ്ട് അവർക്കറിയില്ല. ഇനി ഇതിന് നമുക്ക് ഉപനിഷത്തിന്റെ വെളിച്ചത്തില് ഒരു വിവരണത്തിന് ശ്രമം നടത്തിയാൽ, ഈ ആരാണ് ദേവന്മാര്, ആരാണ് ഈ സുരഗണങ്ങള് അല്ലെങ്കിൽ മഹർഷിമാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ദേവന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെ. ഇന്ദ്രിയങ്ങൾക്ക് എന്നെ അറിയാൻ സാധ്യമല്ല. നിങ്ങളുടെ കൈകളിലുള്ളത് അതാണ്. ഈ ലോകത്ത് എല്ലാറ്റിനെയും അറിയാൻ നാം ശ്രമിക്കുന്നത് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ എന്നെ എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയുന്നു സാധ്യമല്ല. കാരണം എന്നിൽ നിന്ന് ജാതമായതാണ് ഇന്ദ്രിയങ്ങൾ. ഒരു ഇന്ദ്രിയത്തിനും സാധ്യമല്ല. പല ഇന്ദ്രിയങ്ങളും അതിന്റെ തന്നെ അതിനെ കാണുക എന്നത് തന്നെ സാധ്യമല്ലല്ലോ, അല്ലെ? കണ്ണിനെ കാണാൻ സാധിക്കുമോ? ഇല്ല. കണ്ണിനെ കാണണമെങ്കിൽ എന്ത് വേണം? കണ്ണാടി വേണം. ചില സമയത്ത് നമ്മൾ കണ്ണാടി തന്നെ നോക്കാറില്ല. അതായത് കണ്ണട കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണട നോക്കി നടക്കും. നോക്കുമ്പോ എവിടെ ഉണ്ടാവും? ഇവിടെ തന്നെ ഉണ്ടാവും. അതുപോലെയാണ് കണ്ണടയെ കാണാൻ ശ്രമം നടത്തിയാൽ കാണില്ല എന്ന് പറയും. ഇവിടെ ഇന്ദ്രിയങ്ങൾ അതിനെ പ്രാപിക്കുന്നില്ല. ഒന്ന്. അതുപോലെ തന്നെ എന്താണ്? മനസ്സ് ഇവരെ പ്രതിനിധാനം ചെയ്യുന്നു, മഹർഷികളെയൊക്കെ. അപ്പൊ മനസ്സുകൊണ്ട് അതിനെ മനനം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവർക്കൊക്കെ അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവുകയും. അതുകൊണ്ട് ഉപനിഷത്ത് ഇവിടെ ഭഗവാൻ നല്ല ഉപനിഷത്തിനെയാണ് ഉദ്ധരിക്കുന്നത്. ഉപനിഷത്ത് സമാനമായ ആശയത്തെയാണ് ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിൽ ആരംഭത്തിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ അതുപോലെ ബുദ്ധിക്ക് ഇതിനൊന്നും ഞാൻ വിഷയമല്ല എന്ന് അതിനെ താത്വികമായി അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് എന്നെ അറിയുക എന്നത് ബുദ്ധിമുട്ടാണ്. മഹതാം ഋഷന്തി ഇതി മഹർഷയഃ. മഹതാം ഋഷന്തി, അതിനെ കാര്യത്തെ ഗ്രഹിക്കുവാനുള്ള ഗ്രഹണ സാമർഥ്യം. അതുകൊണ്ടാണല്ലോ മനീഷി എന്നൊക്കെ പറയുന്നത്. മനസ്സഹ ഇഷ്ടതേ ഇതി മനീഷി എന്നൊക്കെ. മനസ്സും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഇതുകൊണ്ടാണ് കാര്യം ഗ്രഹിക്കാൻ നാം ശ്രമം നടത്തുന്നത്. ഇത്തരത്തിൽ അതിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല എന്ന്. ഇപ്പൊ ഉപനിഷത്തിൽ ഇതിനൊരു കഥ തന്നെ പറയുന്നുണ്ട്. സ്വാമി സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വായുവും അഗ്നിയും പോകുന്നത് ബ്രഹ്മത്തിന്റെ അടുത്തേക്ക്. കേനോപനിഷത്ത് ഇത്തരത്തിലൊരു കഥ പറയുന്നു. ഇന്ദ്രൻ പിന്നെ ചെല്ലുന്നു. അവിടെ ഒരു യക്ഷൻ പ്രത്യക്ഷപ്പെടുന്നു. ഇവർക്കൊന്നും അറിയാൻ പറ്റാതെ ഇവർ തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഇന്ദ്രിയങ്ങൾ ഏകദേശം അതിനോട് അടുക്കുന്നു, പക്ഷെ അതിനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധ്യമല്ല. അതിന് ഭഗവാൻ വേറൊരു പ്രകാരത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ രണ്ട് വിധത്തില് നമുക്കിതിനെ നോക്കിക്കാണാമെന്ന് പറയാം. തുടർന്ന് യോ മാമജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢ സമർത്ഥ്യേഷു
സർവപാപൈ പ്രമുച്യത്തെ. യഹ മാം അജം അനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢഃ സമർത്ഥ്യേഷു സർവപാപൈഃ പ്രമുച്യത്തെ. യഹ യാതൊരുവൻ, ഏതൊരുവനാണോ മാം എന്നെ അനാദിം അജം ലോകമഹേശ്വരം വേത്തി, അനാദിം ആദിയില്ലാത്തവൻ, അജം ജനനരഹിതം ആർന്നവൻ, ലോകമഹേശ്വരം ലോകത്തിന്റെ മുഴുവൻ ഈശൻ, മഹേശ്വരൻ എന്നാണ്, മഹാനായ ഈശൻ, എല്ലാവരുടെയും അധിപൻ ആയി യഹ വേത്തി ആർ അറിയുന്നുവോ, മർത്യയേഷു, മർത്യയേഷു എന്ന് പറഞ്ഞാൽ മരണമുള്ളവനിൽ, മനുഷ്യനിൽ, അസമ്മൂഢഃ അജ്ഞാനമില്ലാത്തവനായിട്ടുള്ള സഹ അവൻ, സർവപാപൈഹി എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും പ്രമുച്യതേ വേർപെടുന്നു, അവൻ എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും വേർപെടുന്നതാണ്. ഏതൊരുവനാണോ മാം എന്നെ അനാദിം അജം ലോകമഹേശ്വരം വേത്തി, അനാദിം ആദിയില്ലാത്തവൻ, അജം ജനനരഹിതം ആർന്നവൻ, ലോകമഹേശ്വരം ലോകത്തിന്റെ മുഴുവൻ ഈശൻ, മഹേശ്വരൻ എന്നാണ്, മഹാനായ ഈശൻ, എല്ലാവരുടെയും അധിപൻ ആയി യഹ വേത്തി ആർ അറിയുന്നുവോ, മർത്യയേഷു, മർത്യയേഷു എന്ന് പറഞ്ഞാൽ മരണമുള്ളവനിൽ, മനുഷ്യനിൽ, അസമ്മൂഢഃ അജ്ഞാനമില്ലാത്തവനായിട്ടുള്ള സഹ അവൻ, സർവപാപൈഹി എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും പ്രമുച്യതേ വേർപെടുന്നു, അവൻ എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും വേർപെടുന്നു എന്നാണ്. ഈ വളരെ എന്താ, ഒരിക്കൽ അക്ബർ ബീർബലിനോട് ചോദിക്കുന്നുണ്ട്. ബീർബൽ എപ്പോഴും പറയാറുള്ളത് ഈശാവാസ്യം ഇതം സർവം എന്നാണ്. അദ്ദേഹം ചോദിക്കും, എന്താ ഈ മോതിരത്തില് ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കും. ഇദ്ദേഹം പറയുന്നുണ്ട്, മോതിരത്തിലുണ്ട്. എവിടെ, കാണിച്ചു തരാൻ പറയും. അപ്പൊ ബീർബലിന് വലിയ ബുദ്ധിമുട്ടായി, മോതിരത്തില് ഈശ്വരനെ എങ്ങനെയാ കാണിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുക്കുകയും വേണം. അദ്ദേഹം പറഞ്ഞു, കുറച്ച് ദിവസം സമയം എനിക്ക് ആവശ്യമാണ് എന്ന് പറയാം. ശരി, സമയം എടുത്തോളാൻ പറയും. ഇനി ഇദ്ദേഹം ഒരു യുവ സന്യാസിയെ, ജ്ഞാനിയെ കണ്ടുമുട്ടും, തന്റെ ധർമ്മസങ്കടം അറിയിക്കും. താൻ ഇങ്ങനെയൊരു പെടാപ്പാടിൽ പെട്ടിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണം. ഇദ്ദേഹം അക്ബർ ഇങ്ങനെയാണ് പറയുന്നത് എന്ന്. അപ്പം ബീർബലിനോട് അദ്ദേഹം പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ രാജാവുമായിട്ട് നേരിടാമെന്ന് പറയാം, അതിനുള്ളൊരു സൗകര്യം ഒരുക്കി തന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റുകാര്യം. അങ്ങനെയാണ് അത്ര ആദ്യമായിട്ട് അക്ബറിന്റെ സന്നിധിയിലേക്ക് ഒരു യുവ സന്യാസി ആദ്യമായിട്ട് കയറി വരുന്നത്. ഇത് ഉണ്ടായതായി പറയപ്പെടുന്നതാണ്. അക്ബറിന്റെ ഏറ്റവും മഹനീയമാർന്ന ഒരു കാര്യം, അദ്ദേഹം എല്ലാ മതങ്ങളുടെ സെയിന്റുകളെയും ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ അവരെ രാജകൊട്ടാരത്തിൽ വിളിച്ച് കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ് അക്ബർ. അപ്പൊ ഈ യുവ സന്യാസിയെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ബീർബൽ പറഞ്ഞു, അങ്ങയുടെ പ്രശ്നങ്ങൾക്ക് ഇദ്ദേഹം പരിഹാരം തരുമെന്ന് പറഞ്ഞു. അത് നേരിട്ട് ആദ്യം പറഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് തൈര് വേണമായിരുന്നു കുടിക്കാനെന്ന് പറഞ്ഞു. അപ്പൊ തൈര് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. തൈര് കൊടുത്തു. അപ്പൊ തൈര് കൊടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇതിൽ വെണ്ണ ഇല്ലല്ലോ, വെണ്ണ കാണുന്നില്ലല്ലോ എന്ന്. അപ്പൊ ഇത് അക്ബർ പറഞ്ഞു, അതെങ്ങനെയാ അപ്പൊ വെണ്ണ കാണുക? അത് വെണ്ണ അത് കടയണം, കടഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമല്ലോ. കടഞ്ഞു കഴിഞ്ഞാൽ കിട്ടോ? എന്നാ മഹാരാജൻ അതുപോലെ ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ മോതിരത്തില് ഈശ്വരനെ എന്ന് പറഞ്ഞു അത്ര. അതുകൊണ്ട് അങ്ങേക്ക് കടയുക എന്നൊരു പ്രക്രിയയുണ്ട്, അതിനെ പറഞ്ഞു കൊടുത്തു എന്താണ് എന്ന്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഓ ഇതാണ് കാര്യം, ഇങ്ങനെയാണ് അറിയേണ്ടത്. അല്ലാതെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മോതിരത്തിനകത്ത് അന്തർലീനനായിരിക്കുന്നു, അതിങ്ങനെ പ്രകടമായി മാനുഷവേഷം ധരിച്ച് സംസാരിക്കുന്നവനാണ് എന്ന ധാരണയെ പൂർണ്ണമായി മാറ്റിക്കൊടുത്തതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരിൽ നിന്നും കാര്യങ്ങൾ കേൾക്കണം. അങ്ങനെയാണ് അദ്ദേഹം ഈ മതത്തിന് തന്നെ രൂപം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പറയണു, യഹ മാം അനാദിം അജം ലോകമഹേശ്വരം വേത്തി. ഇപ്പൊ ഭഗവാനെ എങ്ങനെയാണ് അറിയേണ്ടത്? ഭഗവാൻ തന്നെ പറയുന്നു, എന്നെ ആദിയില്ലാത്തവനായിട്ടും
ആരംഭം കുറിച്ചവനല്ല ഞാൻ. അതുപോലെ എനിക്ക് എന്തില്ല, അവസാനവുമില്ല. അതുകൊണ്ട് ഞാൻ അജമാണ്, ലോകമഹേശ്വരനാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മഹാനായ ഈശനാണ് ഞാൻ എന്നാരറിയുന്നു? അവൻ, അസമ്മൂഢനായിട്ടുള്ള അവൻ ഈ തെറ്റിദ്ധാരണകളെയൊക്കെ നീക്കി അവൻ എന്താണ്, അതിൽ നിന്നൊക്കെ വേർപെട്ടവനായി തീരുന്നു. തുടർന്ന് അടുത്ത 2 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് നോക്കാം. ബുദ്ധിർജ്ഞാനമസമ്മോഹഃ ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവഃ ഭയം ചാഭയമേവ ച അഹിംസാ സമതാ തുഷ്ടിഃ തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധാഃ. ബുദ്ധിഃ ജ്ഞാനം അസമ്മോഹഃ ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭവഃ അഭാവഃ ഭയം ച അഭയം ഏവ ച അഹിംസ സമത തുഷ്ടിഃ തപോ ദാനം യശോ അയശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധാഃ. ബുദ്ധിഃ, ബുദ്ധിഃ എന്ന് പറഞ്ഞാൽ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നു, എന്താണ്? സൂക്ഷ്മാവബോധ സാമർത്ഥ്യം ബുദ്ധിഃ. അന്ധക്കരണത്തിന്റെ സൂക്ഷ്മ അവബോധ സാമർത്ഥ്യം, അതിനെ എങ്ങനെ എന്താ പറയാ, ആഴ്ന്ന് ചൂഴ്ന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു തന്റെ ഇടന്നോ ഒക്കെ പറയാം. അതിങ്ങനെ ഈ എന്താ ഉറക്കൊഴിഞ്ഞിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, അങ്ങനെ വിചാരിച്ചു വെക്കരുത്. കമ്പ്യൂട്ടറിന്റെ മുന്നിലൊക്കെ ഇരുന്നാൽ കിട്ടുന്നതാണോ? അതല്ല. നമ്മള് ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ പറയുമ്പോൾ അതാണ്. കുറെ പ്രോഗ്രാം അറിയാം, കുറെ ലോകത്തുള്ള, അതായത് അങ്ങനെ അനുഗ്രഹീതമായി കിട്ടുന്ന അതുകൊണ്ട് പലതും മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ സൂക്ഷ്മാവബോധ സാമർത്ഥ്യം എന്ന് പറഞ്ഞത്. ഈ അടുത്തൊരു ഈ കാലിഫോർണിയയിൽ നടന്ന ഒരു സംഭവം വളരെ എന്താ പറയാ, ശ്രദ്ധ, നമ്മുടെയൊക്കെ ശ്രദ്ധ ആ വഴിയിൽ പോകുന്നത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരു മാഗസിനിൽ വന്നതാണ്. 5ാം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്തതാ. ഒരു 5ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ, ഒരു 13 പേര് ഒരു ബാർബർ ഷോപ്പിൽ വരി നിൽക്കുന്നു മുട്ടയടിക്കാൻ. ബാർബർ ഷോപ്പിൽ മുണ്ടനം ചെയ്യാൻ നല്ല ക്ലീൻ ഷേവ് ചെയ്തു അവര്. എന്തിനാണ് അവർ ഷേവ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, അവരുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നിട്ട് അത് കീമോ ചെയ്തു കഴിഞ്ഞാൽ തലമുടി പോകും എന്ന് അവന്റെ സുഹൃത്തിനോട് ഇവൻ പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞപ്പം അവൻ പറഞ്ഞു, അപ്പൊ എനിക്ക് മുടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവന് ഏറ്റവും വലിയ സങ്കടം അതാണ്. കുട്ടികൾക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കുട്ടിക്കാലത്ത് കുട്ടികളുടെ മുടി വെട്ടുന്നതിലുള്ള സ്വാതന്ത്ര്യം നമ്മളാണ് എടുക്കാറ് എന്ന് പറഞ്ഞ പേരൻസ്. കുട്ടികളെ അതിനെ അനുവദിക്കില്ല. കുട്ടികൾക്ക് വലിയ ആഗ്രഹം ഉണ്ടാവും, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ. പക്ഷേ നമ്മൾ അനുവദിക്കില്ല. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ബാർബറോട് നമ്മളാണ് പറഞ്ഞു കൊടുക്കുക, അടിക്കാൻ പറയും, മുട്ട അടിക്കുക, പെട്ടെന്നൊന്നും മുടി വളരാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അതിന് പാകത്തിൽ അങ്ങോട്ട് എടുത്തോളാൻ പറയും. ഈ ബാർബറാണെങ്കിൽ കിട്ടാൻ കാത്തിരിക്കുക, അങ്ങനെ ഇല്ലേ, ആ സാധനം ഉണ്ട്, ഒരു ജാതി മെഷീൻ, അങ്ങനെ വെച്ച് കുറെ സ്വാമിക്ക് നല്ല ഓർമ്മയുണ്ട്, ചെറുപ്പകാലത്തിലൊക്കെ ഇതിങ്ങനെ കിട്ടില്ല, എന്നിട്ട് വലിക്കുക ചെയ്യുക, വലിക്കുമ്പോൾ മുടി അടക്കം അങ്ങോട്ട് പോരും. അപ്പൊ അദ്ദേഹം ശരിയാക്കി വിടും. അപ്പൊ മുടി നീട്ടുക എന്നുള്ളതാണ് കുട്ടിക്കാലത്തെ ഒരു, പറ്റ വെട്ടുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ പല സ്റ്റെപ്പ് കട്ട്, പണ്ടത്തെ ഫാഷൻ എന്ന് പറഞ്ഞാൽ ബ്രൂസ്ലി എന്ന് പറഞ്ഞൊരു ബ്രൂസ്ലി കട്ട് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് പെൺകുട്ടികൾക്ക് അത് മാമാട്ടിക്കുട്ടിയമ്മ കട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വേറൊരു വകഭേദമാണ്. ഇന്ന് ഫുട്ബോളിലൊക്കെ ഉള്ള സ്റ്റെപ്പ് ഈ 18ാം പടി പോലെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ പടിയായിട്ട് ശബരിമല സീസണിലൊക്കെ. പിന്നെ ഫുട്ബോൾ വരച്ചു വെക്കുക, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ മുട്ടയടിക്കുക എന്നുള്ളത് അതൊരു ഫാഷൻ അല്ല എന്ന് പറയാം. അപ്പൊ ഈ കുട്ടി ഇവനോട് പറഞ്ഞു, ഇങ്ങനെ എന്റെ മുടി പോകും എന്ന് പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞു, ഞാൻ മുടി മുറിക്കാൻ പോവാ, നിനക്ക് എപ്പോഴാണോ മുടി വരുന്നത് അന്നേ ഞാൻ
എന്റെ മുടി അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ഇത് ക്ലാസ്സിൽ പറഞ്ഞു. ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് അവന്റെ കൂട്ടുകാർ അങ്ങനെ 13 പേര്, ആ ആൺകുട്ടികൾ 13 പേരും മുട്ടയടിക്കാൻ തയ്യാറായി. മുട്ടയടിച്ചു വന്ന ഈ കുട്ടികളെ കണ്ടിട്ട് അധ്യാപകനും മുട്ടയടിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി ഈ കുട്ടിയുടെ അടുത്ത് പോയപ്പം ആ കുട്ടിക്ക് അത്ഭുതം എന്നിങ്ങനെ കണ്ടിട്ട്. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടി അതിൽ നിന്ന് തരണം ചെയ്തു എന്നുള്ളതാണ്. ഇവരുടെ ബുദ്ധിപൂർവമായിട്ടുള്ള ആ ഒരു ഇതാണ് ഈ പറഞ്ഞ സൂക്ഷ്മാവബോധ സാമർത്ഥ്യത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. തല മുട്ടയടിച്ച് വന്നിട്ട് വല്ലതും വന്ന നീ എന്തിനാടാ മുട്ടയടിച്ചത് എന്ന് ചോദിക്കും. അപ്പൊ കാലിഫോർണിയയിൽ 5ാം ക്ലാസ്സുകാരനും നമ്മുടെ ഇവിടുത്തെ ഡിഗ്രിക്കാരനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് പറയാം. അവിടെ 5ാം ക്ലാസ് മതി, അത്രയും ബ്രൈറ്റാണ്. നമ്മുടെ കുട്ടികൾ മോശം എന്നല്ല, പക്ഷെ കുറേയും കൂടെ അവർ ചിന്തിക്കുന്നു എന്ന് പറയാം. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, സൂക്ഷ്മാവബോധ സാമർത്ഥ്യം എന്ന് പറയുമ്പം അതുകൊണ്ട് നാമും അനുഗ്രഹീതരാവും, മറ്റുള്ളവരെയും സ്വാധീനിക്കാൻ പോകുന്നത് എന്നാണ്. ബുദ്ധി, ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ്, ഇതിനെക്കുറിച്ചുള്ള പരമമായ ആ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടൽ, അറിവ്. അസമ്മോഹം എന്ന് പറഞ്ഞാൽ വിവേകം. ഇതൊക്കെ എങ്ങനെയാ വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ അതെ, ഓരോന്നിനും ഓരോ തലങ്ങളുണ്ട്. വിവേകം എന്ന് പറഞ്ഞാൽ വിചിന്തനം ചെയ്യുന്നതാണ്, മുറിക്കാൻ പറ്റുന്നത് വിവേകം. പിന്നെ അസമ്മോഹം, വിവേകം. അതുപോലെ ക്ഷമ, സഹന ശക്തി. ഏതിനോടും അത് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ അതിനെ അറിയാനുള്ള ഒരു വിവേകം, അതിനെ സ്വീകരിക്കുക. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം, ചിന്ത വിലാപരഹിതം, അതാണത്. പിന്നെയോ സത്യം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തൽ. അതിനും പ്രമാണമുണ്ട്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്. സത്യം പറയണം, പ്രിയമായിട്ട് പറയണം, ഹിതമായി പറയണം. അല്ലെങ്കിലോ ന ബ്രൂയാത് സത്യം അപ്രിയം. അപ്പൊ ഈ ഒരു ക്ലോസ് വെച്ചിട്ടാണ് ഈ വിവാഹദല്ലാളന്മാര് കൈകാര്യം ചെയ്ത് നടത്തുന്നത് പലതും. കുട്ടി എങ്ങനെ നേരെ നോക്കില്ല. അന്ന് അങ്ങനത്തെയാ വേണ്ടത്. തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാ കുട്ടി നേരെ നോക്കുന്നില്ല. അതെന്താ അങ്ങനെയാ പറഞ്ഞത്? ഒരാളുടെ മുഖത്ത് അവള് നോക്കില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അതെ, അത് ഇങ്ങനെ സത്യം അപ്രിയ സത്യങ്ങളൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് സത്യം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തൽ, സത്യം. ദമ, ബാഹ്യേന്ദ്രിയ നിഗ്രഹം, ദമ. പിന്നെയോ ശമ, മനസ്സിന്റെ അടക്കം. ഒന്ന് ആന്തരികമാണെങ്കിൽ ഒന്ന് ബാഹ്യം. ശമ, ദമ. സുഖം, അനുകൂല ഭാവം, സന്തോഷം, സുഖം. ദുഃഖം, സന്താപം, പ്രതികൂല ഭാവം. അഭാവം, നാശം. കുറേ കാര്യങ്ങൾ പറയാം കേട്ടോ. അഭാവം, നാശം. പിന്നെ എന്താണ്? ഭയം എന്ന് പറഞ്ഞാൽ പേടി. അഭയം, പേടിയില്ലായ്മ. അഹിംസ, ഭഗവത്ഗീതയുടെ കാതലായിട്ടുള്ള ശബ്ദമാണ് അഹിംസ. പരദ്രോഹരാഹിത്യം എന്ന് സാമാന്യമായി പറയും. പരനെ ദ്രോഹിക്കാതിരിക്കുക ഒന്ന്. അഹിംസയെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം മുൻപിലേക്ക് വന്നതിന് ശേഷം. സമത എന്ന് പറഞ്ഞാൽ സമചിത്തത, സമത്വം. തുഷ്ടി എന്ന് പറഞ്ഞാൽ തൃപ്തി. ഇല്ലാത്തതാണത്, പക്ഷെ വേണ്ടതാണെന്ന് പറയാം. തുഷ്ടി. അതൊരു 1/2 ഗ്ലാസ് ചായ കിട്ടി, അതൊരു 1/2 ഗ്ലാസ് അവള് കൊണ്ട് തന്നിരിക്കുന്നു മൂട്ടില്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഗ്ലാസ് പോലെയായിരിക്കും ഇങ്ങനെ പറയും. തുഷ്ടിയുള്ളവനോ 1/2 ഗ്ലാസെങ്കിലും ഉണ്ടല്ലോ. തുഷ്ടിയുള്ളവൻ നിറഞ്ഞ 1/2 ഗ്ലാസിനെ കാണുന്നു, തുഷ്ടിയില്ലാത്തവൻ ഒഴിഞ്ഞതിനെ കാണുന്നു. കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് തുഷ്ടി. തപസ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കുക, നിയമനം ചെയ്യുക. തപസ്. ദാനം, കൊടുക്കുക.
പരന്മാർക്കായിട്ട്. ദാനത്തിൽ കേമമായിട്ടുള്ള ദാനം സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് മുൻപ്. ദണ്ഡന്യാസ പരം ദാനം. ഒരുവനെ ദ്രോഹിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ ദാനം. ഭാരതത്തിൽ പറയുന്നു ദണ്ഡന്യാസ പരം ദാനം. മറ്റൊരുവനെ ദ്രോഹിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദാനം എന്ന്. അപ്പൊ ദാനം. അതുപോലെ യശഃ. യശഃ എന്ന് പറഞ്ഞാൽ സത്കീർത്തി. അയശഃ ദുഷ്കീർത്തി. രണ്ടും ഉണ്ടാവും. കീർത്തിമാന് ദുഷ്കീർത്തിയും ഉണ്ടാവും. ഭൂതാനാം പൃഥഗ്വിദാഹ. ഇങ്ങനെയുള്ള ഭൂതങ്ങളുടെ പൃഥഗ്വിദാഹ വെവ്വേറെയുള്ള ഭാവാഹ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികൾ. ഇതെല്ലാം ചിത്തവൃത്തികളാണ്. മത്തയേവ എന്നിൽ നിന്നുണ്ടായത് തന്നെയാണ്. മത്തയേവ ഭവന്തി വേറെ എവിടെന്നും വന്നതല്ല. അപ്പൊ ഈ ഭഗവത്ഗീതയിൽ ഇതിനെ എല്ലാറ്റിനെയും എന്താക്കിയിരിക്കുന്നു? കോർത്തിണക്കി വെച്ചിരിക്കുന്നു. എന്നിൽ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള സകലമാന സാധനങ്ങളും എന്ന ഈ ഭാവങ്ങള് ചിത്തവൃത്തികളെല്ലാം ആവിർഭവിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോ സ്വാമി ഇതിനു മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ അഹിംസ, അതായത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി പറയുന്നുണ്ടല്ലോ. അതുപോലെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളുണ്ട്. അതിൽ ചില പൂക്കളെയൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഷ്ടവിധം 8 പൂക്കൾ ഭഗവാൻ വളരെ പ്രിയപ്പെട്ട പൂക്കളാണ്, പുഷ്പങ്ങളാണ് 8 പൂക്കൾ. ഈ 8 പൂക്കളെ കൊണ്ട് അർച്ചന ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ വളരെ സന്തോഷവാനാവുന്ന. ഇത് എവിടെയും കിട്ടും, എവിടെയും വളർത്താം. പിന്നെ വളരെ എളുപ്പത്തിൽ അത് പിടിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ സ്ഥലത്തില്ലെങ്കിലും അതിനെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അതിന് വലിയ വിഷമൊന്നുമില്ല. പിന്നെ എവിടെയും മുളപ്പിക്കാം, ഏത് കാലത്തും മുളപ്പിക്കാം. അതിനെങ്ങനെ ബഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് സാഹചര്യത്തിലും, അത് തണുപ്പാണെങ്കിലും ഉഷ്ണാണെങ്കിലും എവിടെയും വളരെ വേഗത്തിൽ ഉണ്ടാവും എന്ന് പറയാം. ഫ്ലാറ്റിലാണെങ്കിലും ഒരു ചട്ടിയൊന്നും വേണമെന്ന് തന്നെ ഇല്ല അതിന്. ഇതെന്താ സ്വാമി, ഇതെന്ത് പൂവാണ് പറഞ്ഞു തരാം. താല്പര്യമുള്ളവർ എഴുതിയെടുത്തോളൂ. ഒന്നാമത്തെ പൂവിന്റെ പേര് ഇത് തന്നെയാ, അഹിംസ പ്രഥമം പുഷ്പം. അത് ശരി, എന്നാ എഴുതുന്നില്ല. അഹിംസ പ്രഥമം പുഷ്പം എന്നാ. ഒന്നാമത്തെ പുഷ്പം അഹിംസയാണ്. രണ്ടാമത്തെ പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ. രണ്ടാമത്തെ പുഷ്പം അഹിംസ പ്രഥമം പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ. സർവഭൂതദയാപുഷ്പം മൂന്നാമത്തെ പുഷ്പം. സർവഭൂതദയാപുഷ്പം. അടുത്ത പുഷ്പം ക്ഷമാപുഷ്പം വിശേഷതഃ. ഒക്കെ ഇവിടെ പറഞ്ഞ പൂവാണ്. ക്ഷമാപുഷ്പം വിശേഷപ്പെട്ട പൂവാണത്. വിശേഷപ്പെട്ട പൂവൊക്കെയാണ് നമ്മൾ കൂടുതൽ കയ്യിൽ കരുതേണ്ടത്. സ്വാമി ഞങ്ങൾക്ക് ഇല്ലാത്തതും അതാണ്. അതുകൊണ്ട് നമുക്കത് വേണമെന്ന് പറയാം. ക്ഷമാപുഷ്പം വിശേഷതഃ. അടുത്ത പുഷ്പം ശാന്തി. അടുത്ത പുഷ്പം എന്ന് എഴുതരുത്, സ്വാമി പറയണമെന്നേ ഉള്ളൂ. ശാന്തിപുഷ്പം. ശാന്തിപുഷ്പം. തപപുഷ്പം ശാന്തിയാകുന്ന പുഷ്പം. തപപുഷ്പം തപസ്സാകുന്ന പുഷ്പം. തപപുഷ്പം. ധ്യാനപുഷ്പം തദൈവച. ധ്യാനം അടുത്തത്. ധ്യാനപുഷ്പം തദൈവച. സത്യമഷ്ടവിധം പുഷ്പം. അടുത്ത പുഷ്പം സത്യം. സത്യമഷ്ടവിധം പുഷ്പം വിഷ്ണോ പ്രീതികരം ഭവേത്. ഇത് വിഷ്ണുവിന് പ്രീതികരമായി ഭവിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ പൂവ് എന്താണ്? അഹിംസ. എന്താണ് അഹിംസ? ഒന്നിനെയും ഹിംസിക്കാതെ ഇരിക്കണം എങ്കിൽ അഹിംസയുടെ കാതലായിട്ടുള്ളത്. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് സ്വാമി, അഹിംസ സിദ്ധാന്തം നടപ്പിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അഹിംസ നടപ്പിലാവുമോ എന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരുത്തരം എന്താ പറയാ? നാട്ടക്കൂല സ്വാമി, നാട്ടപ്പിലില്ല എന്നാണ്. ഈ അഹിംസ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിലൊക്കെ കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ കുഴപ്പങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധമതവുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അഹിംസയുടെ വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധൻ പ്രചരിപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇരിക്കട്ടെ. അഹിംസ പിന്നെ നമ്മൾ ഗാന്ധിജിയായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇത് ഒരു പൂർണ്ണമായ രൂപം, ഇത് രണ്ടിൽ നിന്നും നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് പൂർണ്ണത ഉണ്ടാവില്ല. ഭഗവാന്റെ പക്ഷത്തില് അഹിംസയുടെ ആരംഭം, അല്ലെങ്കിൽ അഹിംസ എന്നത് ഈ മമത്വം ഇല്ലായ്മയാണ്. ഞാൻ എന്നും എന്റേതും എന്നതാണ് ഹിംസ. നമ്മൾ മുൻപ് ഈ ആശയത്തെ അവതരിപ്പിച്ചതാണ്. എന്റെ ശത്രുക്കളെ അല്ലെങ്കിൽ എന്റെ മിത്രങ്ങളെ ഞാൻ എണ്ണുമ്പോൾ ഞാൻ എന്റെ ശത്രുക്കളെയും എണ്ണിക്കഴിഞ്ഞു. എന്റെ അച്ഛനെ എണ്ണുകയാണെങ്കിൽ കൂട്ടത്തിൽ വേറെ ഞാൻ എണ്ണും, പലരെയും എണ്ണും. അപ്പൊ ഞാൻ സുഹൃത്തിനെ അന്വേഷിക്കുന്ന ഞാൻ നിരന്തരം ശത്രുവിനെയും കൂടെ അന്വേഷിക്കുക കൂട്ടത്തിൽ. അപ്പം ഏതാ മമ ഏഷാം, ഇവർ എന്റേത് അല്ലെങ്കിൽ അവർ എന്റേത്, ഞാൻ അഹം ഏതാം, ഞാൻ അവരുടേത്. ഇതാണ് ഹിംസ. ഇതില്ലാത്തതാണ് അഹിംസ. ഭഗവാന്റെ പക്ഷത്തില് അഹിംസയുടെ ആരംഭം, അല്ലെങ്കിൽ അഹിംസ എന്നത് ഈ മമത്വം ഇല്ലായ്മയാണ്. ഞാൻ എന്നും എന്റേതും എന്നതാണ് ഹിംസ. നമ്മൾ മുൻപ് ഈ ആശയത്തെ അവതരിപ്പിച്ചതാണ്. എന്റെ ശത്രുക്കളെ അല്ലെങ്കിൽ എന്റെ മിത്രങ്ങളെ ഞാൻ എണ്ണുമ്പോൾ ഞാൻ എന്റെ ശത്രുക്കളെയും എണ്ണിക്കഴിഞ്ഞു. എന്റെ അച്ഛനെ എണ്ണുകയാണെങ്കിൽ കൂട്ടത്തിൽ വേറെ ഞാൻ എണ്ണും, പലരെയും എണ്ണും. അപ്പൊ ഞാൻ സുഹൃത്തിനെ അന്വേഷിക്കുന്ന ഞാൻ നിരന്തരം ശത്രുവിനെയും കൂടെ അന്വേഷിക്കുക കൂട്ടത്തിൽ. അപ്പം ഏതാ മമ ഏഷാം, ഇവർ എന്റേത് അല്ലെങ്കിൽ അവർ എന്റേത്, ഞാൻ അഹം ഏതാം, ഞാൻ അവരുടേത്. ഇതാണ് ഹിംസ. ഇതില്ലാത്തതാണ് അഹിംസ. പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ? ഒന്നിനെയും കൊല്ലാൻ പാടില്ല. അതെങ്ങനെയാ സ്വാമി നടക്കുക? കാരണം നമ്മൾ എങ്ങനെയാ നടക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാ നടക്കുക നമ്മൾ? കാരണം നമ്മുടെ കാലിന്റെ അടിയിൽ എന്തൊക്കെയാ നമ്മൾ കാലിന്റെ അടിയിൽ അറിയാതെ പോകുന്നത് വേറെ, അറിഞ്ഞുകൊണ്ടുള്ളതിനുണ്ടല്ലോ അല്ലേ? ചിലപ്പോ ചില ജീവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക്. അപ്പൊ നമ്മൾ ചെരുപ്പുകൊണ്ട് 2 തട്ട് കെട്ടും, മനസ്സിലായില്ലല്ലോ. പിന്നെ അവസാനം എന്തെങ്കിലും ആവട്ടെ, അതിന് മോക്ഷം കൊടുത്തു എന്ന് പറയും അല്ലേ? ഉറുമ്പും കൂട്ടൊക്കെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? കേട്ടിട്ടില്ലേ? വലിയ ഗീതയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആളുടെ കണ്ണാടിയിൽ നോക്കുമ്പോ താടിയുടെ തുഞ്ചത്തൊരു ഉറുമ്പ് ഇങ്ങനെ. അപ്പൊ അയ്യോ, സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ സർവഭൂത ഹിതേരഥനായിരിക്കണം. അപ്പൊ പാവ ഈ ഉറുമ്പ് എവിടുന്നാണാവോ വന്നത്? അപ്പൊ അതെങ്ങനെ നോക്കുമ്പോ കുറെ ഉറുമ്പുകൾ അവിടെ ഉണ്ട്. എന്നാ ശരി, ഇതിനെ അങ്ങോട്ടേക്ക് വിട്ടുകളയാം. അങ്ങനെയാണ് ഇത് ഉറുമ്പും കൂട്ടിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തത്. അപ്പൊ എന്താ സംഭവിച്ചത്? ബാക്കിയുള്ള എല്ലാ ഉറുമ്പുകളും കൂടെ താടിയിലേക്ക് കയറിയുന്ന. പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ഒറ്റപ്പണി ഇതാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ ഏതെങ്കിലും ചെറു ജീവികളെ, ചെറു പ്രാണികളെ അല്ലെങ്കിൽ അതിലും വലുതിനെയൊക്കെ കൊല്ലേണ്ടി വരിക അറിയാതെ, നാം ഹേതുവായി, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഹേതുവായി, നമ്മുടെ കർമ്മം ഹേതുവായി, അതൊക്കെ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോവുക. അങ്ങനെ ഒരിക്കലും എനിക്ക് ഒരാൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അഹിംസ എന്നത്? അപ്പൊ നമ്മൾ അടിച്ചു വാരുന്ന സമയത്ത്, നിലം തുടയ്ക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ടല്ലോ. ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അഹിംസ എന്നത് ഞാനെന്നും എന്റേതെന്നും അതിന് വിപരീതമായ, എന്റേതെന്നും എന്റെ ആളുകളെന്ന് ഞാനെന്ന് അഭിമാനിക്കാൻ എനിക്ക് ഒന്നും ഇല്ലാതെയാകുന്ന സമയത്ത് ഞാൻ അഹിംസാവാദിയാണ്. അപ്പോ മാത്രമേ ഇത് പ്രവൃത്തിപഥത്തിൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ നിങ്ങൾ പറയുന്ന അഹിംസ അത് വേറെ, അത് ഓരോന്നിനെ കൊല്ലൽ, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഒന്നിനും ഇല്ലായ്മയില്ല, ഒന്നും ഇല്ലാതെയാകുന്നില്ല അല്ലേ? ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കൊല്ലാനുള്ള ലൈസൻസ് അല്ലേ? കാരണം
ഒരുവനെ കൊല്ലാനുള്ള ലൈസൻസ് ആണോ ഇത്? അല്ല. കാരണം ഒന്നിന്റെ സാന്നിധ്യം എനിക്ക് യാതൊരു വിധത്തിലും എന്നെ അലോസരപ്പെടുത്തുന്നില്ല. ആ നിലയ്ക്ക് എനിക്ക് അതിനെ ഇല്ലായ്മ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു തിരിച്ചറിവിൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാ ഇവിടെ ഇല്ലാതെയാക്കേണ്ടത്? ഒന്നിനുമില്ല. മറ്റേത് ഭയം കൊണ്ടാണ് അവനെ ഇല്ലാതെയാക്കണം എന്ന ചിന്ത ഉണ്ടാവുന്നത് തന്നെ. അഹിംസ. പിന്നെ ഇന്ദ്രിയ നിഗ്രഹവും മറ്റു പുഷ്പങ്ങളെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അല്ലെങ്കിൽ ഈ പുഷ്പങ്ങളൊക്കെ ഇതാ ഇവിടെ വീണ്ടും വരുന്നുണ്ട്. ഇവിടെ തന്നെ ഈ പൂക്കളൊക്കെ വളർത്താൻ പറ്റുമോ നോക്കൂ. സ്വന്തം ഉദ്യാനത്തിൽ നടക്കില്ല. ഇല്ല. അഹിംസ. ഈ ഒരു കാഴ്ചപ്പാടുണ്ടാക്കിക്കൂടെ നമുക്ക്? എന്റേതെന്ന് പറയാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല, അത് സത്യമല്ലേ? എന്റേതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത് പറയൂ. തൊട്ടടുത്തിരിക്കുന്നുണ്ട് എന്റെ ഭർത്താവ്, കേൾക്കണ്ട, പറച്ചില് മാത്രമേ ഉള്ളൂ. ഇല്ലേ? എന്റേതാണോ? അല്ല. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അതുപോലെ അവകാശപ്പെടുന്നുണ്ടാവും. നീ എന്നാ അദ്ദേഹത്തിനെ കണ്ടത്? അവൻ എന്റെ മോനാണ്, അറിയോ നിനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവകാശവാദങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ജനിക്കുമ്പോൾ നിങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് ചിലപ്പം അമ്മായിമ്മമാര് ചോദിക്കാറില്ലേ? ശരിയാണ് അല്ലേ? അപ്പൊ അവർക്ക് പല എന്താ, അപ്പം ആരാണ് എന്റേതെന്ന് പറയാൻ? എനിക്ക് എന്താ ഉള്ളത് ഈ ലോകത്തിൽ? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന സത്യത്തെ നമ്മൾ ശരിക്കും അങ്ങോട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അഹിംസ. അല്ലെങ്കിലോ നമ്മൾ ഹിംസിച്ചുകൊണ്ടിരിക്കണം നിരന്തരം എല്ലാറ്റിനെയും. ഞാനെന്നും എന്റേതെന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊല്ലേണ്ടി വരും. നിങ്ങൾക്ക് കൊല്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പല്ല് കടിച്ച് ഓറാട്ടിച്ച് ഞാൻ കൊല്ലും അവനെ. പറ്റാത്തതുകൊണ്ടാണ്, നിയമം അനുവദിക്കാത്തതുകൊണ്ടാണ്. നിയമം അനുവദിച്ചിരുന്നുവെങ്കിൽ നമ്മൾ പലരെയും കൊന്നേനെ. വീട്ടിൽ തന്നെ നിരന്തരം കൊലപാതകം നടന്നുകൊണ്ടിരിക്കും. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അഹിംസ എന്ന് പറയുമ്പം ഓർക്കുക, ഇതൊരു ഉട്ടോപ്യൻ സിദ്ധാന്തമല്ല. ഇത് അറിവാണ്, അറിവിന്റെ ആ പാരമ്യമാണ്. അറിവാണ്, അറിവ് കൊണ്ട് നേടേണ്ടതാണ്. ഞാൻ ഒന്നിനെയും ഹിംസിക്കുന്നില്ല എന്ന ചിന്ത തന്നെ ഹിംസയാണ്. അങ്ങനെയാണെങ്കിൽ പല്ല് തേക്കാൻ പറ്റില്ല. കാരണം പല്ല് തേക്കുന്ന സമയത്ത് ഒരുപാട് അണുക്കൾ ഇല്ലാതെയാവുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ട് പലതും. അതുകൊണ്ട് ഇടയ്ക്ക് ഡോക്ടർ എന്ന് പറയുന്നത് ഒരു മരുന്നൊക്കെ തരും അല്ലേ? എവൻ എന്നാണ് അതിന്റെ പേര്. രാത്രി കഴിച്ചോളാൻ പറയും. ക്ഷുദ്രജീവികളൊക്കെ ഉള്ളിലുണ്ട്. നമ്മൾ കഴിക്കുന്നതൊക്കെ അവൻ കഴിക്കുകയാണ്. അവരെയൊക്കെ പുറന്തള്ളേണ്ടതുണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ചല്ല അഹിംസ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം ഇത് എത്രയോ കാലമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. എന്താ നമ്മുടെ ഉള്ളിലുള്ളത്? കൊല്ലാതിരിക്കൽ എന്നാണ്. വാസ്തവത്തിൽ എന്താണ് കൊല്ലല്? എന്നിട്ട് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും കൊല്ലുന്നില്ല, പിന്നെ വല്ലവരും കൊന്ന് തന്ന ഞങ്ങള്, പിന്നെ കൊന്നാ പാപം തിന്നാ പോകുന്നതാണല്ലോ സ്വാമി. അതുകൊണ്ട് അങ്ങനെയാണ് നാരായണ ഗുരുവിനോട് ചോദിച്ചത്. അല്ല, അമ്മയുടെ മുലപ്പാലൊക്കെ കുടിക്കുന്നില്ലേ? അപ്പൊ പിന്നെ എന്താ പശുവിന്റെ പാല് കുടിച്ചാലും പശുവിന്റെ ഇറച്ചിയൊക്കെ കഴിച്ചാല്? അപ്പം ഗുരു ചോദിച്ചു എന്നാ, അമ്മ ഉണ്ടോ ഒപ്പം ഒന്ന്? ഇല്ല, അമ്മ ഇല്ല, 2 കൊല്ലം മുമ്പ് മരിച്ചു. എന്ത് ചെയ്തു അമ്മയെ? കുഴിച്ചിട്ടോ അതോ മുറിച്ച് കഴിച്ചോ എന്ന് ചോദിച്ചു എന്നാ ഗുരു. ഇല്ലേ? അപ്പൊ ജീവികളെ കൊല്ലലും തിന്നലും അത് വേറെ വിഷയം, അത് വരുന്നുണ്ട്. ആ സമയത്ത് പറയാം എന്തിനെയൊക്കെ കൊല്ലാം, എന്താണ് കൊല്ലല്, എന്തിനാണ് കൊല്ലാതെ തിന്നുകൂടെ, ഇതൊക്കെ. പിന്നെ അതിനും പല പല ന്യായീകരണങ്ങളും അതും ഇതുണ്ട്. ഇപ്പൊ കൊല്ലുന്നതിന് മുമ്പ് അതിനോട് സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അത്രേ. ഏത് ജീവിയാ ലോകത്തില് നിന്നെ ഞാൻ കൊന്നോട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക? ആടിനോട് പറയും നിന്നെ ഞാൻ കൊല്ലട്ടെ എന്ന്. അപ്പൊ ആട് പറയും എങ്ങനെയാണത്ര? അതിന്റെ കാതിന്റെ ഉള്ളില്, ചെവിയുടെ ഉള്ളില് കടുകിടും, കടുകുമണി ഇടും. എന്നിട്ട് ചോദിക്കും നിന്നെ ഞാൻ കൊല്ലട്ടെ. അപ്പൊ അത് ഇരുന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട് അത്ര. അപ്പൊ അതിനൊരു ഇറിറ്റേഷനാണ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ. അതൊന്നും ഇവിടെ അനുവദിക്കുന്നില്ല എന്ന് പറയാം. അതൊക്കെ നമ്മുടെ മനസ്സിനെ കബളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവം മെനഞ്ഞെടുത്ത
കുതന്ത്രങ്ങളാണ് അതൊക്കെ. ശരി, തുടർന്ന് നോക്കാം. മഹർഷയ സപ്ത പൂർവേ ചത്വാരോ മനവസ്തഥാ മദ്ഭാവാ മാനസാ ജാതാഃ യേഷാം ലോക ഇമാഃ പ്രജാഃ. കഴിഞ്ഞ 4-5 ശ്ലോകങ്ങളില് നമ്മുടെ 2 ഭാവങ്ങള്, മനസ്സിന്റെ 2 ഭാവങ്ങള്, അതിനെ ഒന്നിനെ ആത്മീയ ഭാവമെന്നും ഒന്നിനെ ലൗകിക ഭാവമെന്നും നമുക്ക് വേണമെങ്കിൽ ഇവിടെ തരംതിരിക്കാമെന്ന് പറയാം. എന്തൊക്കെയാണത്? ഈ 2 ഭാവങ്ങളും ഇന്ദ്രിയങ്ങൾ വഴിയാണ് നാം സമാഹരിക്കുന്നത്. ഇന്ദ്രിയങ്ങളാണ് അതിന് എന്താ പറയാ ഉണ്മ കൊടുക്കുന്നത്. എന്തൊക്കെയാ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് സ്വാമി ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കി വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ആദ്യം പറഞ്ഞു എന്തൊക്കെയാണ്? ഇതാ എന്താ സമാനശീലം, അതുപോലെ സത്യം, ദമം, ശമം, അഹിംസ, സമഭാവന, സംതൃപ്തി, തപസ്, ത്യാഗം. ഇതൊക്കെ ആത്മീയ ഭാവങ്ങളാണ് എന്ന് പറയാം. അതിന് വിരുദ്ധമായിട്ടുള്ള ഭാവങ്ങളെ പറയുന്നുണ്ട്, ലൗകികമായിട്ടുള്ള ഭാവങ്ങൾ. വിരുദ്ധം എന്നല്ല, ലൗകികമായിട്ടുള്ള ഭാവങ്ങളാണ്. ഈ 2 ഭാവങ്ങളും നിലനിൽക്കുന്നത് സംഘർഷം തന്നെയാണ്. രണ്ടുണ്ട്, രണ്ടും തമ്മിലുണ്ട്. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഈ പറഞ്ഞ ഭാവങ്ങളും അതുപോലെ സുഖം, ദുഃഖം, ഉത്പത്തി, നാശം, ഭയം, സത്കീർത്തി, ദുഷ്കീർത്തി, ഇതൊക്കെ എന്താണ്? ലൗകികമായിട്ടുള്ള ഭാവങ്ങളാണ്. ഈ 2 ഭാവങ്ങളും ആവിർഭവിക്കുന്നത് എന്നിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടിത് ഒരു വഴിയിൽ നമുക്ക് എന്താ പറയാ, ഒരു വഴിക്ക് പോകാൻ പറ്റില്ല, ചുരുക്കി പറഞ്ഞാൽ. അത് ഈ മതപഠനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അത് സ്വീകരിച്ചുകൊണ്ട് അതിനെ സമ്പന്നമാക്കുക, അതിനെ ഉദാത്തീകരിക്കുക. തടഞ്ഞു നിർത്തലല്ല, ഉദാത്തീകരണം. അപ്പോ എന്തൊരു അനുഗ്രഹമായിരിക്കും നമുക്ക് ഇത് കേൾക്കുമ്പോ. അപ്പൊ പറയാണ് ദുഷ്കീർത്തിയും സത്കീർത്തിയും, അസൂയാദി ഇത്യാദി എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ ഞാൻ തന്നെയാ, എന്നിൽ നിന്നുണ്ടാവുന്നതെന്ന് പറയുമ്പോ സമാധാനം. ഇനി ഇതിനെ 2ഉം കൂടെ ചേർത്ത് ആ 2 ഭാവങ്ങളെയും ഏകീഭവിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഭാവം, ഒരു പുതിയ വാതിൽ ഭഗവാൻ തുറന്നു തരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദ്യം അതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. ലോകത്തിൽ ഇല്ലാത്തതിനെ വെറുതെ അതാണ് ഇതാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. അത് വഴിയെ അതിൽ കൂടുതൽ ശക്തിയോടുകൂടി നമ്മുടെ പിറകിൽ നിൽക്കും എന്ന് പറയാം. പിടിക്കാൻ പിറകിൽ നിൽക്കലല്ല, പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും, നമ്മൾ പോലും അറിയില്ല. പറയുന്നു ഭഗവാൻ, മഹർഷയ സപ്തപൂർവേ ചത്വാരഃ മനവഃ തദാ മദ്ഭാവഃ മാനസാഃ ജാതാഃ യേഷാം ലോക ഇമാഃ പ്രജാഃ. ആരൊക്കെയാണ്? സപ്തമഹർഷയഃ, സപ്തർഷികൾ, സപ്ത മഹർഷികൾ. ആരൊക്കെയാണ് അവര്? 7 പേരാണ് പുരാണത്തില് പ്രസിദ്ധമായിട്ടുള്ള സപ്തർഷി മഹർഷിമാര് എന്ന് പറയാം. ഒന്ന് ക്രതു, പിന്നെ വസിഷ്ഠൻ, പിന്നെ അങ്കിരസ്, പുലസ്ത്യൻ, അത്രി, പുലഹൻ, മരീചി. ഇവരാണ് സപ്തർഷികൾ, 7 മഹർഷിമാര്. സപ്തർഷികൾ നക്ഷത്ര രൂപത്തില് ആകാശത്തിൽ ഒരു കലപ്പ പോലെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആകാശത്തിൽ നോക്കിയാൽ മതി, കാണാം. ഇവരൊക്കെ നക്ഷത്രങ്ങളെ പ്രാപിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അപ്പോ സപ്തർഷയ 7 മഹർഷിമാരും അതുപോലെ തഥാ അപ്രകാരം പൂർവേ ചത്വാരഃ മനവഃ, പൂർവേ മുൻപുള്ള ചത്വാരഃ മനവഃ 4 മനുക്കളും. ഈ 4 മനുക്കളെയാണ് പ്രജാപതികൾ എന്ന് പറയുന്നത്. അതാരൊക്കെയാണ്? സ്വായംഭുവൻ, സ്വയംഭു മനു, പിന്നെ അതുപോലെ സ്വാരോജിഷൻ എന്ന് പറയും. കുട്ടികൾക്കൊക്കെ പേര് വേണമെങ്കിൽ ഇട്ടോളൂ, എഴുതിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്വാരോജിഷൻ, പിന്നെ രൈവതൻ, അതുപോലെ ഉത്തമൻ. ഇങ്ങനെ 4 മനുക്കൾ. ചത്വാര മനവഃ. ഇവരൊക്കെ എന്താണ്? മാനസാഹ, ഭഗവാൻ തന്നെ പറയുന്നു മനസ്സംബന്ധികളാണ്. നല്ല സൂചന തന്നിരിക്കുകയാണ്. ഇവരെല്ലാം മാനസാഹ, മനസ്സംബന്ധികളായ മദ്ഭാവാഹ, എന്റെ ഭാവങ്ങളാണ്, എന്നിൽ നിന്ന് ജാതമായതാണ്, എന്റെ അംശഭൂതങ്ങളാണ് ഇവരെല്ലാം.
ജാതാം ജനിച്ചവരാണ്. ആരിൽ നിന്ന്? എന്നിൽ നിന്ന് ജനിച്ചവരാണ്. എന്താണെന്ന് തത്വവിചാരം നമുക്ക് ചെയ്യാം. പറയണു, ലോകേ ഇമാഹ പ്രജാഹ, ലോകേ ലോകത്തിലെ ഇമാഹ പ്രജാഹ ഈ പ്രജകള് ആരാണ്? യേഷാം ഈ സപ്തർഷി ഈ പറഞ്ഞ എന്നിൽ നിന്ന് ആവിർഭവിച്ചതാ ഇവരെല്ലാവരും. അതായത് ഇവിടെ പറയുന്നത് ഈ മനുക്കൾ എന്ന് പറയുമ്പം മനസ്സിൽ നിന്ന് ജാതമായതാണ് മനുക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ 4 അവസ്ഥകളുണ്ട്. എന്താണത്? ഒന്ന് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, 4ാമത്തേത് തുരീയം. ഇതിൽ നിന്ന് അതായത് അതിന്റെ മനസ്സിന്റെ അന്തർലീനമാകുന്ന ഓരോരോ ഭാവങ്ങളാണ്. സൂക്ഷ്മമായി മനസ്സ് പോയി വിലയിക്കുന്നതാണ് 4ാമത്തേത് തുരീയം എന്ന് പറയാം. പിന്നെ പൂർവാചാര്യന്മാരിൽ ചിലര് ഇതിന് അതുപോലെ മനസ്സിൽ നിന്ന് ജാതമാകുന്ന 7 ഗുണങ്ങളായിട്ട് പറയുന്നുണ്ട്. ഏത്? സപ്തർഷികളെ 7 ഗുണങ്ങളായിട്ട്. അതിൽ അവർ പറയുന്നത് ഒന്നാമത്തത് ഉപായ ചിന്ത മനസ്സിൽ നിന്ന് പ്രകടമാകുന്നതാണെന്ന്. ഉപായ ചിന്ത ഇതിനൊക്കെ ഓരോ ഋഷിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. ഉപായ ചിന്ത. അതുപോലെ ധനലാഭചിന്ത. അതൊന്നും മോശപ്പെട്ടതെന്നല്ല. ധനലാഭചിന്ത. ധനലാഭചിന്തയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകില്ല. എങ്ങനെയെങ്കിലും വല്ലവന്റെയും കയ്യിലിരിക്കുന്ന കാശ് സ്വന്തം പോക്കറ്റിലാക്കണം എന്നത് മാത്രമല്ല ധനലാഭചിന്ത എന്ന് പറയുന്നത്. അത് പരമമായിട്ടുള്ള ധനം എന്താണ്? ധർമ്മം തന്നെയാണ്. അതുകൊണ്ടാണ് ധനഞ്ജയ എന്ന് അർജുനനെ തന്നെ വിളിക്കുന്നത്. ധനലാഭചിന്ത, ആ സത്വഗുണ പ്രധാനമായിട്ടുള്ള ധനലാഭചിന്തയെക്കുറിച്ചാണ് സ്വാമിയുടെ പരാമർശിച്ചത്. അല്ലാതെ ഒരു കച്ചവടക്കാരന്റെ കണ്ണിൽ ഉള്ള ധനലാഭചിന്തയല്ല, എങ്ങനെയെങ്കിലും അതിനെ വസൂലാക്കുക എന്നത്. അതുപോലെ ഇവിടെ ഗുണപരമായിട്ടും അതുപോലെ വിപരീതമായിട്ടും എല്ലാം മനസ്സിൽ നിന്ന് ജാതമാകുന്നതാണ്. ഇവിടെ പറയുന്നു ഒരു ആചാര്യൻ അപ്രായോഗിക ജ്ഞാനം എന്ന് ഒന്ന്, ഒരു സങ്കല്പത്തെ മനസ്സിൽ നിന്ന് ജാതമാകുന്നതാണ് അപ്രായോഗിക ജ്ഞാനം. അതുപോലെ തന്നെയാണ് പ്രായോഗിക ജ്ഞാനവും. ഒന്ന് പ്രായോഗികമാണെങ്കിൽ ഒന്ന് അപ്രായോഗിക. അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലരും പറയാറില്ലേ? ഇല്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നടപ്പിൽ വരില്ല, ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല. എന്നാലും അവർ അതിന്റെ ഒരു വലിയ പ്രോജക്റ്റും അതിനൊരു കുറെ ഉദ്യോഗസ്ഥന്മാരും അതിന്റെ പേരിലൊരു നല്ലൊരു ഓഫീസും അതിന്റെ പേരിലൊരു വണ്ടിയും അതിനൊരു ചെയർമാനും അതിന് കുറെ ആൾക്കാരും ഇങ്ങനെ അതങ്ങനെ പോകുന്നു പറയാം. അതുപോലെ മനോരാജ്യം മനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാ. മനസ്സങ്ങനെ ഒരു വീട് വെക്കണം. അപ്പൊ എങ്ങനെയാ വീട് വെക്കുക? 5 സെന്റ് വീട്, 5 സെന്റെങ്കിൽ 5 സെന്റിലാ തുടങ്ങുക. അല്ലെങ്കിൽ ഈ ചിലർ പരിപാടികൾ ആസൂത്രണം ചെയ്യും. അത് ആരെയും ഇതാക്കാൻ പറയുന്നതല്ല. ഒരു പരിപാടി വെക്കുന്ന സമയത്ത് അവരാദ്യം തന്നെ ഉദ്ഘാടകൻ ആരായിരിക്കണം എന്നറിയോ? നിശ്ചയിക്കുക. പ്രസിഡന്റിനെയാ തുടങ്ങുക. ഏത് പ്രസിഡന്റിനെ? ഇന്ത്യൻ പ്രസിഡന്റ്. എന്നിട്ട് അവസാനം ഏത് പ്രസിഡന്റിലാ എത്തുക എന്നറിയോ? അവരുടെ സ്വന്തം പ്രസിഡന്റിൽ. ചിലപ്പോൾ ആ പ്രസിഡന്റിന് അന്ന് ഒഴിവുണ്ടാവില്ല. അപ്പൊ വലിയ വലിയ മനോരാജ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വീട് ഇങ്ങനെ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ചില വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് ഒരു 150-200 കൊല്ലം കഴിഞ്ഞാലും റോഡിന് സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വീടുണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ കാർ പോർച്ച് കാണാം. അത്ഭുതം തോന്നുന്നു നമുക്ക്. എന്തിനാ ഇപ്പൊ ഇവിടെ ഒരു കാർ പോർച്ച്? അല്ല, വരാൻ പിന്നെ അപ്പം ഉണ്ടാക്കണ്ടല്ലോ കാർ പോർച്ച്. അതൊരു മനോരാജ്യം തന്നെയാണ്. അങ്ങനെ മനോരാജ്യം. അതുപോലെ പറയുന്നു ഈ ഓരോ നമ്മുടെ ഈ മനോരാജ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആചാര്യൻ പറയുന്നത് ബോധമാത്രത്വം എന്ന് പറയുന്നു. ബോധമാത്രത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള ഈ കാര്യങ്ങളെയൊക്കെ അറിയുന്നുണ്ടല്ലോ, ആ ഒരു അറിവിൽ മാത്രം രമിക്കുന്ന ഒരു ഭാവത്തെ, അതിനുവേണ്ടി ചിത്തസ്യ അഗ്രേ ഏകവസ്തു വിഷയകത്വം എന്നൊക്കെ പറയുന്നതാണ്. അതുപോലെ ചിന്താരാഹിത്യം,
ചിന്താരാഹിത്യവും തുരീയത്തിൻ്റെതായിട്ടുള്ള, തുരീയത്തിന് തൊട്ട് മുൻപായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനെയൊക്കെയാണ് സപ്തർഷികളായിട്ട് വർണ്ണിക്കുന്നത്. അതുപോലെ ജ്ഞാനാത്മകത്വം എന്ന് ഒരാചാര്യൻ ഇതിനെ തത്വവിചാരത്തിന് വിധേയമാക്കുന്ന സമയത്ത് ഇത്തരം ഭാവത്തെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഗീത ഒരുപാട് പേർക്ക് ഒരുപാട് പ്രകാരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഭാഗവതത്തിലെയോ അല്ലെങ്കിൽ മറ്റു പുരാണങ്ങളിൽ നിന്നൊക്കെ എടുത്ത് വസിഷ്ഠനും അതുപോലെ അങ്കിരസിനെയും പുലസ്ത്യനെയും അത്രിയെയും ഒക്കെ പറഞ്ഞ് അവരുടെയൊക്കെ കഥ പറയുന്ന കൂട്ടത്തില് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മനസാഹ മദ്ഭാവാഹ ജാതാം. മനസ്സിൽ നിന്നും എന്റെ ഭാവത്തിൽ നിന്നും ജനിച്ചവരാണ് എന്ന് പറയുമ്പം മനസ്സിന് ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന, തികഞ്ഞ വൈവിധ്യമാർന്ന, ഒന്ന് ഇടത്തോട്ടാണെങ്കിൽ ഒന്ന് വലത്തോട്ട് പോകുന്ന രീതിയിലുള്ള ഭാവങ്ങൾ ഉണ്ട്. ഇതെല്ലാം പരമാത്മാവിൽ നിന്ന് ആവിർഭവിക്കുന്നതാണ്. പരമാത്മാവിന് ഇതുമായി വല്ല ബന്ധമുണ്ടോ? ഇല്ല. എങ്ങനെയാണോ ഇലക്ട്രിസിറ്റി വൈവിധ്യമാർന്ന ഉപകരണങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വൈവിധ്യമാർന്ന സ്വഭാവം അത് സ്വീകരിക്കുന്നത്, ഇതുപോലെ ഗീത ഒരുപാട് പേർക്ക് ഒരുപാട് പ്രകാരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഭാഗവതത്തിലെയോ അല്ലെങ്കിൽ മറ്റു പുരാണങ്ങളിൽ നിന്നൊക്കെ എടുത്ത് വസിഷ്ഠനും അതുപോലെ അങ്കിരസിനെയും പുലസ്ത്യനെയും അത്രിയെയും ഒക്കെ പറഞ്ഞ് അവരുടെയൊക്കെ കഥ പറയുന്ന കൂട്ടത്തില് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മനസാഹ മദ്ഭാവാഹ ജാതാം. മനസ്സിൽ നിന്നും എന്റെ ഭാവത്തിൽ നിന്നും ജനിച്ചവരാണ് എന്ന് പറയുമ്പം മനസ്സിന് ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന, തികഞ്ഞ വൈവിധ്യമാർന്ന, ഒന്ന് ഇടത്തോട്ടാണെങ്കിൽ ഒന്ന് വലത്തോട്ട് പോകുന്ന രീതിയിലുള്ള ഭാവങ്ങൾ ഉണ്ട്. ഇതെല്ലാം പരമാത്മാവിൽ നിന്ന് ആവിർഭവിക്കുന്നതാണ്. പരമാത്മാവിന് ഇതുമായി വല്ല ബന്ധമുണ്ടോ? ഇല്ല. എങ്ങനെയാണോ ഇലക്ട്രിസിറ്റി വൈവിധ്യമാർന്ന ഉപകരണങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വൈവിധ്യമാർന്ന സ്വഭാവം അത് സ്വീകരിക്കുന്നത്, ഇതുപോലെ. തുടർന്ന് ഭഗവാൻ വിഭൂതിയിലേക്ക് വരാൻ പോവുക. അതിനൊരു ആമുഖം രചിക്കുകയാണ്. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ സോവികമ്പേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. ഏതാം വിഭൂതിം യോഗം ച മമ യഹ വേത്തി തത്വതഃ സഹ അവികമ്പേന യോഗേന യുജ്യതേ ന അത്ര സംശയഃ. ഇവിടെയൊക്കെ വ്യാസഭഗവാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ശ്ലോകം രചിച്ചിട്ടുള്ളത്. പറയുന്നുണ്ട്. എന്താ പറയുന്നത്? തത്വതഃ യഹ വേത്തി. ഇത് ഈ കുറച്ച് മുൻപിൽ തുടങ്ങിയതാണ് ഭഗവാൻ ഈ ഒരു പ്രക്രിയ. ഇത് യഹ തത്വതഃ വേത്തി. തത്വവിചാരത്തിലൂടെ അറിയേണ്ടതാണ്, തത്വവിചാരത്തിലൂടെ അറിയേണ്ടതാണ് എന്ന്. അപ്പൊ മമ ഏതാം വിഭൂതിം, എന്റെ ഈ വിഭൂതിയെയും യോഗം ച യോഗത്തെയും. വിഭൂതി എന്ന് പറഞ്ഞാൽ വിസ്താരം, വിസ്തരിക്കാനുള്ളതാണ്. എങ്ങനെ? എന്താ അത് വിഭൂതി എന്ന് പറയാൻ? മായ കൊണ്ട് പല രൂപങ്ങളായി തോന്നുന്നത്, ഇത്രയേ ഉള്ളൂ വിഭൂതി എന്ന് പറഞ്ഞാൽ. മമ വിഭൂതി. മായയാണ് ഇതിനെ പലതാക്കുന്നത്, പ്രപഞ്ചമായി പെരുപ്പിക്കുന്നത് മായയാണ്. ആ എന്റെ വിഭൂതിയെ, ഈ വിഭൂതിയെ യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച. എങ്ങനെയാണ് ഈ ചേർച്ച? മായാപഞ്ചകത്തില് ആചാര്യസ്വാമികൾ പറയുന്നു, അഘടിത ഘടന പടീയസി മായ. അഘടിത ഘടന. സ്വാമി വേണമെങ്കിൽ മായാപഞ്ചകം എടുക്കാം, പെട്ടെന്ന് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ മായ പലരും ചോദിക്കുന്നുണ്ട്, എന്താ മായ? സ്വാമി ഒന്നും മയയാണോ മായയാണോ? മായ എന്ന് പറഞ്ഞാൽ പറയാം, 5 ശ്ലോകങ്ങളിൽ മായയെ പറയുന്നുണ്ട്. അപ്പൊ അഘടിത ഘടന പടീയസി മായ. ഘടിപ്പിക്കാൻ പറ്റാത്തതിനെ ഘടിപ്പിച്ചു വെച്ചിരിക്കുക. എങ്ങനെ ഉണ്ടാവും? ഭലേ ബാഷ്. അത് ഇപ്പം അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ. ഈ ഇപ്പം ഒരു ഐസിന്റെ ബ്ലോക്ക്, ഒരു വലിയ ഐസ് ബ്ലോക്ക്. ആ ഐസ് ബ്ലോക്കില് നോക്കൂ, ഒരു ഐസിന്റെ ബ്ലോക്ക് ഉണ്ട്, ഇങ്ങനെ
ചുവന്ന പെയിന്റ് അടിച്ച് വെച്ചിട്ട് അത് നമുക്ക് മനസ്സിലാവില്ല കണ്ട ഐസാണെന്ന്. പറ്റുമോ? അത് ഐസിൽ പെയിന്റ് അടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഐസിന് പെയിന്റ് അടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് അത്രയും മായ. എന്നാ അങ്ങനെ അങ്ങോട്ട് തോന്നിപ്പിക്കും. അഘടിത ഘടന പടീയസി മായ. മായാപഞ്ചകം പറഞ്ഞിട്ട് ആ സമയത്ത് ഇപ്പൊ സ്വാമിയുടെ കയ്യിലില്ല, കൊണ്ടുവരാം, എന്നിട്ട് പറഞ്ഞുതരാം നമുക്ക്. ഏതാം വിഭൂതിം യോഗം ച. യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച. ചേർന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ ചേർന്നിട്ടില്ലേ? ഉണ്ട്. ഇതാണ് യാമാ സാമായ. യാതൊരുവളാണോ ഇല്ലാത്തത്? എന്നാ ഉണ്ട് എന്ന് തോന്നുന്നത്. അത് അന്വേഷിക്കാത്തിടത്തോളം കാലം ഉണ്ട് എന്നും അന്വേഷിച്ചാൽ ഇല്ലാത്തതും ആയി നിലകൊള്ളുന്നത്. അതിന് ഉണ്ട് അത്, എന്നാൽ ഇല്ല. എന്റെ ആ യോഗത്തെയും യഹ തത്വതഃ വേത്തി. ആരാണോ തത്വതഃ എന്ന് പറഞ്ഞാൽ ഉള്ളവണ്ണം പാരമാർത്ഥികമായി തത്വവിചാരത്തിലൂടെ അറിയുന്നത്, സഹ അവൻ അവികമ്പേന ഇളക്കമില്ലാതെ, അവന് പിന്നെ ഇളക്കമില്ല എന്ന് പറയാം ആ ഭക്തന്, യോഗേന യോഗത്തോട് യുജ്യതേ യോജിക്കുന്നു, ചേരുന്നു. അവന് പെട്ടെന്ന് തന്നെ എന്നെ പ്രാപിക്കാൻ സാധിക്കുന്നു. ഇതെങ്ങനെയാ സാധിക്കുന്നത്? അറിവ് കൊണ്ട്. ഭഗവത് പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ പറയുമല്ലോ, അത് ശരി, മനസ്സിലായോ? അതല്ല, പിന്നെയോ അത് വരാൻ പോകുന്നുണ്ട്, വരും. നിങ്ങൾക്കിത് ഇവിടെ നിന്ന് 108 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പിടികിട്ടും. കിട്ടാതിരിക്കില്ല, ഉറപ്പാ. പക്ഷെ നിങ്ങൾ ഉറങ്ങാതിരിക്കണം. ഉറങ്ങാന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിട്ട് ഉറക്കമൊക്കെ ഉണ്ട്. ഇടയ്ക്കൊരു കോട്ടുവായൊക്കെ ഇടുക. അപ്പൊ നല്ല ഉണർവോടുകൂടി ഇരുന്നോളൂ. അത് സ്വാമി ഇനി ടി വിയിൽ വരില്ല, അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കടന്നു പോയാൽ പോയിട്ടോ, അപ്പൊ അത് മനസ്സിലായ പോട്ടെ, ഇനി ഒന്നുകൂടെ കാണാം. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അപ്പോഴൊന്നും ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു നുള്ള് ഒരു സാധനം ഉള്ളിലിട്ടാൽ വലിയ ബുദ്ധിമുട്ടാ. മനസ്സാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നുള്ളൂ. തത്വതഃ വേത്തി എന്ന് പറയുമ്പോൾ എവിടെയാണ് ക്ലിക്കാവുന്നതെന്ന് പറയാൻ പറ്റില്ല. സഹ അവൻ അവികമ്പേന ഇളക്കമില്ലാതെ അതുവരെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇളകണം, അങ്ങനെ ഇളക്കം ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട് അത് ഇളക്കമില്ലാത്ത യോഗേന യോഗത്തോട് യുജ്യതയെ ചേരുന്നു. ഈ കാര്യത്തിൽ ഭഗവാൻ പറയണു, അത്ര ന സംശയ. മോനെ അർജുന, ഇതില് നിനക്ക് സംശയം വേണ്ട, സംഭവിക്കും. ഇത് ഭഗവാൻ തന്നെ പറയുന്നത് 10ാം അധ്യായത്തിൽ ഇവിടെ എത്തിയിട്ടാ. അതുകൊണ്ട് നിങ്ങളും വിചാരിക്കേണ്ട, ഇതിപ്പോ കുറച്ചു ദിവസമായല്ലോ സ്വാമി തുടങ്ങിയിട്ട്, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഒന്നും അങ്ങോട്ട് ഇപ്പൊ പഴയതിനേക്കാൾ കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാമിക്ക് എഴുതാട്ടോ. സ്വാമിക്ക് എഴുതുന്നതിനൊന്നും മടിക്കണ്ട, എഴുതിക്കോളൂ. സ്വാമി അത് വായിക്കാൻ പറ്റുന്നതാണെങ്കിൽ വായിക്കും, പറയാൻ പറ്റുന്ന ചർച്ച ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചർച്ച ചെയ്യും, ആവശ്യമില്ല എന്ന് തോന്നുന്നതാണെങ്കിൽ വിട്ടേക്കും, അറിയാത്തതാണെങ്കിൽ അത് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്ന് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും. അത്രയൊക്കെയാണ്. അതെ. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളൊന്നും ചോദിക്കാൻ നിങ്ങൾ മടിക്കണ്ട. ഇവിടെ ഭഗവാൻ ഇത് പറഞ്ഞിരിക്കണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അവികമ്പേന, ഇളക്കമില്ലാത്ത ഒരു സംശയമില്ലാത്ത ഒരു ഉറപ്പ് നമുക്ക് കിട്ടും എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഇതിനെ വിശ്വസിച്ചൂടെ ഭഗവാന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്? എങ്കിലും നമുക്ക് മുന്നോട്ട് പോവാം. അഹം സർവസ്യ പ്രഭവഃ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവസമന്വിതാഃ. അഹം സർവസ്യ പ്രഭവഃ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ബുധാഃ ഭാവസമന്വിതാഃ. ഇപ്പോ ബുധാഹ എന്നൊക്കെ പറയുമ്പോ സ്വാമി ഞങ്ങളുടെ പുസ്തകത്തിൽ കുത്ത് കാണുന്നില്ലല്ലോ. നിങ്ങൾ കുത്തിട്ടോളൂ, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ അത് തെറ്റാണ് കുത്തിടുന്നത്
എന്തുകൊണ്ടെന്നാൽ വിസർഗം ലോപിച്ചു പോന്നതാണ്. ചിലരെ അങ്ങനെ ഒന്ന് രണ്ട് സംശയം ചോദിച്ചിട്ട്, സ്വാമി ഇടയ്ക്കിടയ്ക്ക് ഹാ ഹാ അടിക്കുന്നുണ്ടല്ലോ, എല്ലായിടത്തും ഹാ ഹാ അടിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലായിടത്തും ഹാ ഹാ അടിക്കരുത്. വേണ്ടടുത്ത് മാത്രമേ ഹാ ഹാ ആകാവൂ. അതുപോലെ ഹു ഹു എന്നൊക്കെ കേൾക്കാം. ഹാ ഹു. അഹം ഞാൻ സർവസ്യ പ്രഭവ. ഈ ഹ പറയുന്നത് തന്നെ ചിലർക്ക് പിടിക്കില്ല. അത് അങ്ങനെയുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഒരു സമ്പ്രദായം നോർത്ത് സമ്പ്രദായമാണ്. അപ്പൊ ചിലപ്പോ ഇവിടെ ഹ എന്നുള്ളത് അങ്ങനെ കുറച്ചേ തോന്നാവുന്ന അവരുടെ ഹ അങ്ങനെ പറയരുത്. അങ്ങനെ സംസ്കൃതത്തിൽ ചില തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നടന്നോട്ടെ, അതിലൊന്നും പോയി പെടരുത്. ഈ ചിലപ്പോ ഒരു ദിവസം വരും ഒരാള് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഈ സ്വാമി എന്താ ഹ ഹു ഒക്കെ എവിടെയാ പറയുന്നത്, പോരാ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും തോന്നും പോരാ എന്ന്. അതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് നമ്മളെങ്ങനെയാണ് ഇത് നമ്മെ അനുഗ്രഹിക്കുന്നത്? ഭാഷയുടെ തലത്തിലൊന്നുമല്ല. എന്തൊക്കെയോ ചിലത് സ്വാമിയും നിങ്ങളിൽ നിന്ന് സ്വാമിക്കും കൈമാറ്റം ചെയ്യപ്പെടും. അതിന് ഈ ശാസ്ത്രം നമ്മളെ അനുഗ്രഹിക്കും. അതിന് പോന്നതാണ് കരുത്തുറ്റതാണ്. അതുകൊണ്ട് ഭാഷയുടേതും മറ്റു സംഗതികളിലൊന്നും അധികം ഊന്നല് നൽകണ്ട. നോക്കാം നമുക്ക്. അഹം സർവസ്യ പ്രഭവ. ഞാൻ എല്ലാറ്റിൻ്റെയും ഉത്പത്തി സ്ഥാനമാണ്. സർവസ്യ പ്രഭവ. അതുപോലെ ഭഗവാൻ മുൻപ് പറഞ്ഞതാണ്, മത്ത എന്നിൽ നിന്ന് സർവം പ്രവർത്തതേ, എന്നിൽ നിന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. എന്തിനാ അപ്പൊ ഭഗവാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്? ഇത് തന്നെയാണ് ഇളക്കമില്ലാത്ത അറിവായി നിലകൊള്ളേണ്ടത്. എന്നിൽ നിന്ന് സർവം പ്രവർത്തതേ, മത്ത സർവം പ്രവർത്തതേ ഇതി മത്വ, ഇപ്രകാരം അറിഞ്ഞിട്ട്, മാം എന്നെ, ബുധാഹ ബുധന്മാർ, ജ്ഞാനികൾ, അറിവുള്ളവർ, ഭാവസമന്വിതാഹ, ആ ഭാവസമന്വിതന്മാരായിട്ട്, ആ തത്വാഭിനിവേശത്തോടു കൂടിയിട്ട്, ആ അറിവിനെ പുൽകാനുള്ള ഒരു ധാരണയോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഭജന്തേ, ഭജിക്കുന്നു. അവരുടെ ലക്ഷ്യം തന്നെ എന്താണെന്നറിയോ? അങ്ങ് ഇതാ ഈ പ്രകാരത്തിലാണ് അങ്ങ് നിലകൊള്ളുന്നത് എന്ന് അറിയാനായിട്ട് ആ ജ്ഞാനികൾ പരിശ്രമിക്കുന്നു. എങ്ങനെ അറിയാൻ? ഇതാ പ്രപഞ്ചത്തിന്റെ ആധാരം അങ്ങാണ്, അങ്ങയിൽ നിന്നാണ് ഇതെല്ലാം ആവിർഭവിക്കുന്നത് എന്ന അറിവിലേക്ക്. അതിനായിക്കൊണ്ട് ബുധന്മാർ ഇത് കരുതിക്കൊണ്ടവർ ഇതറിഞ്ഞിട്ട്, മത്വ എന്ന് പറഞ്ഞാൽ ധരിച്ചിട്ട്, അറിഞ്ഞിട്ട്, ബോധിച്ചിട്ട് എന്നൊക്കെ. തുടർന്ന് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാൻ വിഭൂതി പറയാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. വിഭൂതിയുടെ പരസ്യമാണ്. മച്ചിത്താ മദ്ഗത പ്രാണാഃ ബോധയന്തഃ പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ഏതൊരാശയത്തെയാണോ ഭഗവാൻ സിദ്ധാന്തപരമായി അവതരിപ്പിച്ചത് അതിന്റെ പ്രായോഗികതയെ പറയാണ്. ഇങ്ങനെയാണ് അതിന്റെ രീതി. സിദ്ധാന്തം പറയും, പിന്നെ അതിനെ പ്രവൃത്തിപഥത്തില്, അതിനെ എപ്രകാരം പ്രവൃത്തിപഥത്തിലേക്ക്, നമ്മുടെ കരചരണങ്ങളിലേക്ക് ആവാഹിക്കണം പറയണം. മത് ചിത്താഹ മദ്ഗത പ്രാണാഹ ബോധയന്തഃ പരസ്പരം കഥയന്തഃ ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. മത് ചിത്താഹ, എന്നിൽ ചിത്തത്തെ, മനസ്സിനെ വച്ചിട്ടുള്ളവർ. മനസ്സ് എന്നിലാണ് എന്ന് പറഞ്ഞാൽ മനസ്സ് എവിടെയൊക്കെ മനസ്സ് പോകട്ടെ, ആ പോകുന്നതെല്ലാം വിഭൂതികളാണ്. ഇതാണ്. അല്ലാതെ എന്റെ മനസ്സ് അയ്യോ പോയല്ലോ എന്ന് വിചാരിക്കണ്ട. ഒറ്റ ഉപായേ ഉള്ളൂ. മനസ്സിനെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ പോട്ടെ മനസ്സ്. പക്ഷെ പോകുന്ന ഇടം എന്താണ്? ഇതാണ് എന്ന് ഉറപ്പാക്കിക്കൊള്ളുക. എവിടെ വേണമെങ്കിലും അലയട്ടെ എന്ന് പറയാം. മച്ചിത്താഹ, എന്നിൽ മനസ്സോട് കൂടിയിട്ടുള്ളവർ. മദ്ഗത പ്രാണാഹ, എന്നിൽ അർപ്പിച്ച പ്രാണനെ എന്നിൽ അർപ്പിച്ചവർ. ഞാനാണ് ഈ ഒരിക്കലും ഒരു രാജാവ് ഒരു ജ്യോതിഷിയെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ ഈ ഫലം പറയുന്ന, ഭാവി പറയുന്ന ആളാണല്ലോ, നിങ്ങളുടെ മരണം എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ മരണം പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. ജ്യോതിഷി ആലോചിച്ചു നോക്കി. വളരെ
ദീർഘകാലം ഏതെങ്കിലും ഒരു സമയം പറഞ്ഞാൽ ചിലപ്പോൾ നടപ്പില്ല, എന്തെങ്കിലും ഇത് കുഴപ്പത്തിലാവും. അപ്പൊ അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു, മഹാരാജൻ, എന്റെ ജാതകക്കുറിപ്പ്, എന്റെ ഗ്രഹനില, എന്റെ ഗർഭശിഷ്ട ദശയൊക്കെ വെച്ചാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഞാൻ ഓർക്കുന്നില്ലല്ലോ, വീട്ടിലാണത്. അതുകൊണ്ട് ഞാനത് കൊണ്ടുവന്ന് ഞാനതിന്റെ എല്ലാം പരിശോധിച്ചതിന് ശേഷം എന്റെ ആയുസ്സിനെ എനിക്ക് നിർണയിക്കാൻ സാധിക്കും. ഞാൻ വേണമെങ്കിൽ പറയാന്ന് പറയാം. ശരി, പോയി വരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ പോയി വന്നു. പോയി വേറെ ഇതുപോലത്തെ ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ടു എന്നാ. അപ്പൊ അവര് പറഞ്ഞു കൊടുത്ത്, ഇതിനൊരൊറ്റ പണിയേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞോളാൻ പറഞ്ഞു. ചെന്നു പറഞ്ഞു, മഹാരാജൻ, ഞാൻ എന്റെ ഇത് വെച്ച് നോക്കിയ സമയത്ത് അങ്ങയുടെ ജാതകവും ഇതിൽ തെളിയുന്നുണ്ട്. ഞാൻ മരിച്ച് 3-ാം നാള് അങ്ങും മരണപ്പെടും. ഇതേ എനിക്കിതിൽ പറയാൻ പറ്റുന്നുള്ളൂ എന്ന് പറയും. രാജാവ് പറഞ്ഞു, മേലിൽ ഇവിടെ കണ്ടുവരുത്, വേഗം പോയിക്കോളാൻ. അവർക്ക് പേടിയാവാൻ തുടങ്ങി. ഇനിയിപ്പോ ഇദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ടതും കൂടെ രാജാവിന്റെ ചുമതലയാണ്. കാരണം അവരെന്നാ പോണം, 3-ാമത്തെ ദിവസം താനും പോകുന്നുള്ള. അതുകൊണ്ട് എന്നിൽ പ്രാണനെ സമർപ്പിച്ചിട്ടുള്ളവർ, അതായത് നമ്മുടെ ഈ പ്രാണനോടൊപ്പം പ്രണവം ചേർന്ന് ചേർന്ന് ചേർന്ന്, അതാണ് എന്നിൽ പ്രാണനെ സമർപ്പിക്കാറുള്ള ഒറ്റ വഴിയുള്ളത്. നിങ്ങൾ ഈ പ്രണവോപാസന ശീലിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഓ പുറത്തേക്ക് വിടുന്ന സമയം, അകത്തേക്ക് എടുക്കുമ്പോഴോ ഓം എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുമോ? ഇല്ല. എടുക്കുന്ന സമയത്ത് ആ പ്രണവം പ്രാണനോട് ചേർന്ന് അങ്ങനെ കയറട്ടെ, അതുപോലെ അത് പുറത്ത് വിടുക. പ്രാണനും പ്രണവവും, ഇതാണ് പ്രാണനെ എന്നിൽ അർപ്പിക്കല്. കാരണം ഞാൻ പവിത്രം ഓംകാരം ഞാനാകുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് ബോധപൂർവം അതങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രണവം പ്രാണനിലുണ്ടാവും. അതിപ്പോ ഇടയ്ക്കിങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇല്ലേ? നമ്മൾ ഓർക്കാറേ ഇല്ല പ്രാണനെക്കുറിച്ച്. നമ്മൾ അത്ര ബോധവാന്മാരല്ല, ആണോ? ഇനി ഓർത്ത് നിങ്ങൾ അങ്ങനെ ഏതു നേരം, അതല്ല സ്വാമി പറയും, അതിനെക്കുറിച്ചൊരു ഓർമ്മ വേണം. ഇത് രാവിലെ ഒരു 10 പ്രാവശ്യമെങ്കിലും എടുക്കാൻ ശ്രമിക്കൂ. രാവിലെ എഴുന്നേറ്റിട്ട്, ഇപ്പൊ വേണ്ട, ഇപ്പൊ ചെയ്യണ്ട, രാവിലെ ഒരു ശ്രമം നടത്തൂ, രാത്രി ഒരു ശ്രമം നടത്തൂ, എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്നുവോ അപ്പോഴൊക്കെ ഒരു ശ്രമം നടത്തൂ. ഇങ്ങനെ എന്നിൽ പ്രാണന് എന്താണെന്നറിയാം, അവസാന കാലത്ത് വളരെ എളുപ്പം സാധിക്കുകയും. സ്വാമി അങ്ങനെയൊന്നും പറയല്ലേ, പക്ഷെ ഇത് സാധിക്കണം, അല്ലെങ്കിൽ പ്രാണൻ ഏതെങ്കിലും വഴി കൂടെ പോകും. ബോധപൂർവം എന്നിൽ പ്രാണനെ സമർപ്പിച്ചിട്ടുള്ള, കാരണം ഇത് 10-ാം അധ്യായത്തിൽ ഇവിടെ പറയുമ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വിദ്യകളൊക്കെ. 6-ാം അധ്യായത്തിലും തുടർന്നൊക്കെ പറഞ്ഞു, ഞാൻ പവിത്രം ഓംകാരം ഞാനാകുന്നു എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഓംകാരം ഞാനാണ്, അതുകൊണ്ട് പ്രണവത്തെ ഉപാസിക്കൂ, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും പ്രണവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ മദ്ഗത പ്രാണാഹ, പ്രാണനെ എന്നിൽ സമർപ്പിക്കൂ എന്ന് പറയുമ്പം പ്രാണനോടൊപ്പം പ്രണവം തന്നെയാണ് സമർപ്പണം. ഇങ്ങനത്തെ അവർ എന്ന് പറഞ്ഞാൽ ജ്ഞാനിനഹ, ജ്ഞാനികൾ, പരസ്പരം മാം ബോധയന്തഃ, പരസ്പരം അന്യോന്യം മാം എന്നെക്കുറിച്ച് ബോധയന്തഃ അറിയുന്നു. പരസ്പരം ബോധയന്തഃ എന്ന് പറഞ്ഞാൽ പാരസ്പര്യം തന്നെയാണ്. നമ്മളൊരു വൃക്ഷത്തെ നോക്കുന്ന സമയത്ത് അത് നമുക്ക് പുറത്ത് വിട്ട് നമുക്ക് തരുന്ന പ്രാണവായുവിനെ കാണാൻ ഒരു കണ്ണുണ്ടെങ്കിൽ ഒരു പരസ്പരം ബോധയന്തഃ, പരസ്പരം ഭാവയന്തഃ എന്ന് 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാവന ബോധത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ പരസ്പരം മാം ബോധയന്തഃ, എന്നെക്കുറിച്ച് അറിയുന്നു. അവർ കഥയന്തഃ, പറയുന്നവരാകുന്നു എന്നെക്കുറിച്ച്. എന്നെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് അതിലെ വിഭൂതിയെ, ഭഗവത് ചൈതന്യത്തെ, ഭഗവത് കഥ എന്ന് പറയുമ്പോൾ ഇതാണ് ഭഗവാന്റെ കഥകൾ. കഥയന്തഃ നിത്യം തുഷ്യന്തി, അവരെപ്പോഴും സന്തോഷിക്കുന്നു. എല്ലാറ്റിലും ഭഗവാനെ കാണുന്നവന് സന്തോഷം മാത്രമേ ഉള്ളൂ. നിത്യം തുഷ്യന്തി, നിത്യം രമന്തി, അവൻ രമിക്കുകയും ചെയ്യുന്നു, സന്തോഷിക്കുകയും സുഖം അനുഭവിക്കുകയും
സദാ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാൻ വിഭൂതി ആരംഭിക്കും. നമ്മളെ വിഭൂതിയിലേക്ക് നമ്മളെ ഒന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറയാം. ഈ വിഭൂതിയിൽ പാകപ്പെടുത്തിയിട്ട് ശ്രദ്ധിക്കുക, അടുത്തത് വിശ്വരൂപ ദർശനമാണ്. ഓ, സ്വാമി ഇങ്ങനെ കൊതിപ്പിക്കല്ലേ? അല്ല, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. 10-ാം അധ്യായം വിഭൂതി യോഗം. ഭഗവാന്റെ വിഭൂതിയെ ഭഗവാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ഇതുവരെ അങ്ങേയറ്റം ജ്ഞാനപ്രധാനമായി കാര്യങ്ങളൊക്കെ അർജുനനെ അവതരിപ്പിച്ചതിന് ശേഷം ഇവിടുന്ന് നമുക്ക് കുറച്ച് അനുഷ്ഠാനങ്ങളെ കാണാൻ സാധിക്കും എന്ന് പറയാം. പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും ഭഗവാൻ ഇനി എടുത്തു പറയാൻ പോവുക. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു, സദ്ഭാവങ്ങളെയും അസദ്ഭാവങ്ങളെയും രണ്ടും എന്നിൽ നിന്ന് ജാതമായതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. കാരണം നമ്മൾ ഏത് ശാസ്ത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്തും, ഇപ്പോ നമ്മുടെ ഭഗവത്ഗീത മനസ്സിലാക്കുന്ന സമയത്ത് സ്വാമി പറയുന്നത് അങ്ങേയറ്റം എന്താ പറയുക, ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ഭാരതത്തില് ഒരുപാട് മതങ്ങളുണ്ട്. നമ്മൾ ഏത് മതത്തില് ജനിച്ചുവോ, ഏതൊരു സംസ്കാരത്തിലാണ് നാം ജനിച്ചത്, അതൊരു വിഷയമല്ല. അറിഞ്ഞോ അറിയാതെയോ മറ്റു പല മതങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പല മതങ്ങളും, ഇതൊരു സത്യമാണ്. അത് ക്രിസ്തീയ മതത്തിന്റെ നല്ല സ്വാധീനം നമുക്കുണ്ടാകാം. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതായത് എല്ലാ സദ്ഭാവങ്ങളും ഭഗവാന്റേതാണ്. അസദ്ഭാവങ്ങളൊക്കെയോ നികൃഷ്ടമായ മൂല്യങ്ങളൊക്കെ ചെകുത്താന്റേത്, അല്ലെങ്കിൽ അത് ഭഗവാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഭഗവത്ഗീതയിൽ അങ്ങനെയല്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ എല്ലാം എന്നിൽ നിന്ന് ആവിർഭവിച്ചതാണ്. എന്തുകൊണ്ട്? ഞാൻ ബീജമാണ് എന്ന് പറയാം. ഏത് പ്രകാരത്തിലാണോ ബീജത്തിൽ നിന്ന് ആദ്യ മുള പൊട്ടി ആ മുള വൃക്ഷമായി, ആ വൃക്ഷത്തിൽ തന്നെ പല ശാഖകളും വേരുകളും പൂവും കായയും എല്ലാം അങ്ങേയറ്റം വൈവിധ്യമാർന്നതായി നിലകൊള്ളുന്നത്, ഇതുപോലെ എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്ന് പറയാം. അത് ഒന്നിനെയും മാറ്റി നിർത്തുന്നില്ല. ഇത് 1-2 പേർക്ക് ഇങ്ങനെ സംശയം ഉണ്ടാകുന്നു. സംശയം ഉണ്ടാവട്ടെ, നല്ലത് തന്നെ. ഇത് സ്വാമി ഇത് പറയുമ്പോൾ ഏതെങ്കിലും മതത്തെ താഴ്ത്തി പറയലല്ല, നമ്മുടെ സമീപനം ഇതാണ് എന്ന് പറയാം. പകുക്കുന്നില്ല. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, ചെറുത്താൻ്റെത് വേറെ ഈശ്വരന്റേത് വേറെ പകുത്തത്. ഒരു പകുക്കല് ഇവിടെ നടത്തുന്നില്ല, മറിച്ച് അതിനെ ഉദാത്തീകരിക്കുകയാണ്. ഇത്യാദി ഗുണങ്ങളൊക്കെ ഭഗവാന്റേത് എന്നറിയുമ്പം നമുക്കൊന്ന് ഉയരാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. പൂർണ്ണതയാണ്, എല്ലാറ്റിനെയും സമാശ്ലേഷിക്കലാണ് നമ്മുടെ ഈ ഭഗവത്ഗീതയുടെ ഒരു സമീപനം എന്ന് പറയാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഓർക്കുക, ദുഷ്കൃതികളിൽ അങ്ങേയറ്റം ദുഷ്കൃതി, പാപികളിൽ വെച്ച് പാപി ഒരിക്കൽ എന്നിലേക്ക് തിരിഞ്ഞുവെങ്കിൽ അവൻ സാധുരേവസ മന്തവ്യ, അവൻ ശ്രേഷ്ഠനാണ് എന്ന് പറയാം. എന്തുകൊണ്ട്? അവൻ തിരിഞ്ഞു. അപ്പൊ അതിനു മുമ്പും അവൻ ഞാൻ തന്നെയായിരുന്നു, ഇനി തിരിഞ്ഞു കഴിഞ്ഞാലും അവൻ ഞാൻ തന്നെയാണ്. എന്തുകൊണ്ട്? അവന് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവൻ എങ്ങനെയാണ് എന്നെ പ്രാപിക്കേണ്ടത്? ഞാൻ എന്ന് പറഞ്ഞ ആനന്ദമാണ്. ആ ആനന്ദം എങ്ങനെ നേടണം എന്നറിയാതെ അവൻ പല കുറുക്കു വഴികളും പല അധർമ്മങ്ങളും മറ്റു പ്രവൃത്തികളും ഒക്കെ ചെയ്തു പോന്നു എന്ന് പറയാം. പക്ഷെ ഒരിക്കൽ അവൻ അറിഞ്ഞു, പിന്നെ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നത് ഓർമ്മ വേണമെന്ന് പറയാം. തുടർന്ന് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തി തേ. പറയുന്നു, യേന യാതൊന്നുകൊണ്ട് തേ മാം ഉപയാന്തി, അവർ
എന്നെ പ്രാപിക്കുന്നുവോ? ആരാണ്? നേരത്തെ പറഞ്ഞു തൊട്ടു മുൻപ്, മച്ചിത്ത മദ്ഗത പ്രാണാഹ പരസ്പരം മാം ബോധയന്തഃ. ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. ആരാണോ എന്നിൽ പൂർണ്ണമായ മനസ്സോടുകൂടിയിട്ട്, മനസ്സ് എന്നിലേക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ മനസ്സ് എന്നിൽ കേന്ദ്രീകരിപ്പിക്കുക എന്ന് പറയുമ്പം നമ്മുടെ മനസ്സ് എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ അതെല്ലാം ആ സങ്കേതങ്ങളാണ് എന്നോർക്കുക. ഇതാണ് വളരെ എളുപ്പവഴി. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഒരു വിധത്തിലുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാകാം. മനസ്സ് എവിടെയൊക്കെ പോകുന്നോ അതിനെ അവിടെ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവരണം എന്ന്. പക്ഷെ ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ ഒരാൾക്ക് പോകുന്നിടത്തൊക്കെ പോട്ടെ, ആ ഇടങ്ങളൊക്കെ എന്താണ്? ഈ സങ്കേതങ്ങളാണ് എന്നോർത്താൽ കാര്യം വളരെ എളുപ്പമാണെന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരസ്പരം മാം ബോധയന്തഃ. ഇങ്ങനെ എന്നെക്കുറിച്ച് അറിയുകയും കഥയന്തഃ, അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന, ഇതിനെയാണ് ഇവിടെ യേന തേ മാം ഉപയാന്തി. യാതൊന്നുകൊണ്ടാണോ അവർ, ആ ജ്ഞാനികള്, മാം ഉപയാന്തി, എന്നെ പ്രാപിക്കുന്നുവോ, തം ബുദ്ധിയോഗം, ആ ബുദ്ധിയോഗത്തെ, ബുദ്ധി നേരത്തെ പറഞ്ഞു, യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച, എങ്ങനെയാണ് ആ അറിവിലേക്ക് ഉണരേണ്ടത് എന്നതിനെക്കുറിച്ച് സതതയുക്താനാം, എപ്പോഴും സതതം എന്ന് പറഞ്ഞാൽ നിരന്തരം, എപ്പോഴും എന്നിൽ ആ ഭാവത്തെ പ്രാപിക്കുന്നവനായിക്കൊണ്ട് പ്രീതിപൂർവകം, ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ടല്ല എന്ന് പറയാം. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, പഠിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഗീത കേൾക്കാൻ പോവുക, ആരെങ്കിലുമൊക്കെ നിർബന്ധം പിറകിൽ നിന്ന്, ഇവിടെ യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പറയാം. പ്രീതിപൂർവകം തനിക്ക് തന്നെ ഈ ഒരു സത്യം അറിയാനും തന്നെ അറിയാനും ഒക്കെ ഉള്ള തന്നിൽ നിന്നുണ്ടാകുന്ന ഉത്സാഹത്തിൽ നിന്ന് പ്രീതിപൂർവകം ഭജിക്കുന്നവരായിട്ടുള്ള തേഷാം, അവർക്ക് അഹം ദദാമി, ഞാൻ കൊടുക്കുന്നു എന്ന് പറയാം. എന്താ ഞാൻ കൊടുക്കുന്നത്? ഭഗവാൻ ഇത് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ദിവസവും നമ്മുടെ ശ്ലോകവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് കുറച്ച് വേഗത്തിലല്ല, നമുക്ക് എന്താ പറയാ, ഒന്ന് വേഗത്തിൽ പോകേണ്ടത്, വേഗത്തിൽ എന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഒന്ന് പോകേണ്ടതുണ്ട് എന്ന് പറയാം. നോക്കാം. തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥഃ ജ്ഞാനദീപേന ഭാസ്വതാ. തേഷാം ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമി ആത്മഭാവസ്ഥഃ ജ്ഞാനദീപേന ഭാസ്വതാ. പറയുന്നു, അഹം എന്ന് പറഞ്ഞാൽ പരമാത്മാവായിട്ടുള്ള ഞാൻ. അഹം എന്ന് പറയുമ്പം നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പോകണം. അവിടെ ഭഗവാൻ ആരാണ് ഞാൻ, ആരാണ് നീ, ആരാണ് ഈ കാണുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പോഴൊക്കെ അഹം എന്ന് കേൾക്കുന്നുവോ അതാണ് അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യ അശോഷ്യ ഏവ നിത്യ സർവഗത സ്ഥാണുഹു അചലോയം സനാതന. ഇതായിരിക്കണം അഹം എന്ന ശബ്ദം കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്ന് പറയാം. ആ പരമാത്മാവ് ആത്മഭാവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട്, ആത്മഭാവത്തിൽ ഇരുന്നു കൊണ്ട്. ആത്മഭാവം എന്ന് പറഞ്ഞാൽ അഹമേവ അഹം, ഇത് തന്നെ ആത്മഭാവം. അസംഗോഹം പുനഃ സച്ചിദാനന്ദ രൂപോഹം അഹമേവാഹ അവ്യയ, അഹം അവ്യയ. അതിലേക്കാണ് മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ. ഇതൊക്കെ ആത്മഭാവത്തിൽ ഇരിക്കുന്നതിനുള്ള ഉപായങ്ങളാണ്. അപ്പം ആത്മഭാവത്തിൽ ഇരിക്കുന്നവനായിട്ട് അനുകമ്പാർത്ഥം ഏവ, അനുകൂല ഭാവങ്ങൾക്ക് വേണ്ടി തന്നെ, ഏവ അതിനായിക്കൊണ്ട് തന്നെ, ഭാസ്വത എന്ന് പറഞ്ഞാൽ ഭാസയതി, പ്രകാശിക്കുന്ന എന്ന് പറയാം. പറയുന്നു ഭാസ്വത ജ്ഞാനദീപേന, അറിവാകുന്ന ദീപം കൊണ്ട്. നമ്മളൊക്കെ വലിയ ഇത്തരത്തിലുള്ള ഒരു ദീപം ഏന്തിയിട്ടുള്ളവരാ. മുൻപൊരിക്കലൊരു ചെറിയ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഗുരുകുലത്തില് വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുന്ന ഗുരുവിന് ശിഷ്യൻ എന്തു കൊടുത്തു? ഒരു വിളക്ക് കൊടുത്തു എന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അതിന് ഊതിയിട്ട് പറഞ്ഞു പോയിക്കോളാൻ. ഇല്ലേ? എന്താണ് ഇനി പോകേണ്ടത്? നിന്റെ ഉള്ളിലെ ദീപം കൊണ്ടാണ് എന്ന് പറയാം, ആത്മദീപം കൊണ്ട്. ഇനി അതുകൊണ്ട് വേണം നീ നിന്റെ വഴി തെളിയിച്ചെടുക്കാൻ. അപ്പൊ ഇവിടെ പറയുന്നു, ജ്ഞാനദീപേന, ജ്ഞാനമാകുന്ന ദീപം കൊണ്ട്, അറിവാകുന്ന വെളിച്ചം കൊണ്ട്, തേഷാം അജ്ഞാനജം, തേഷാം അവരുടെ അജ്ഞാനജം, അജ്ഞാനത്തിൽ നിന്ന് ജാതമായ, അറിവില്ലായ്മയിൽ നിന്ന് ജാതമായ, ആരൊക്കെയാണത്? ധൃതരാഷ്ട്ര സന്തതികളായ അനേകം 100 ചില്ലാനും ദുര്യോധനാദികൾ. അജ്ഞാനജം എന്നാണ് അവരെ പറയുക. അജ്ഞാനത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, തമസിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതിനെ തമഹ, ആ ഇരുട്ടിനെ അഹം നാശയാമി, അതിനെയാണ് അർജുന ഞാൻ ഇല്ലാതെയാക്കുന്നത്. അഹം നാശയാമി. എന്താണ് ഭഗവാൻ യുദ്ധത്തിൽ ചെയ്യുന്നത് എന്നാണെങ്കിൽ, ഭഗവാൻ നശിപ്പിക്കുന്നത് ഇതിനെയാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ നശീകരണത്തിനായിട്ടാണ് ഭഗവാന്റെ സുദർശനം പ്രയോഗിക്കുന്നത്. എന്ത് ഗംഭീര പ്രയോഗങ്ങളൊക്കെ നോക്കൂ. സുദർശനം എന്ന് പറഞ്ഞാൽ സുഷ്ടും ദർശനം, ശരിയായിട്ടുള്ള കാഴ്ചപ്പാട്. അല്ലാതെ നമ്മൾ ഈ അറക്കമില്ലിൽ കാണുന്ന ഒരു ചക്രമുണ്ടല്ലോ, നമ്മൾ പക്ഷെ എന്ത് ചെയ്യാനാ? നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് ഈ ചക്രമാണ്. അപ്പൊ നമ്മളും വിചാരിച്ചു ഇതിങ്ങനെ കറക്കി വിടുമ്പോൾ ഓരോരുത്തരുടെ കഴുത്ത് അങ്ങോട്ട് പോകും. ഇതൊക്കെ ഇവിടെ വെച്ച് നമ്മൾ പുരാണത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വലിയൊരു ആശ്വാസമാണ്. എന്താ ആശ്വാസം? ആരെയാണോ ഭഗവാൻ കൊല്ലുന്നത്, കൊന്നു കഴിഞ്ഞതിന് ശേഷം ആരാണോ ജനിക്കുന്നത്, ഇല്ലേ? അതുകൊണ്ടാണ് പൂതനയാവട്ടെ കംസനാവട്ടെ ഓരോരുത്തരെ കൊല്ലുന്ന സമയത്തും വേറൊരാള് ജനിക്കുന്നത്. ആരാണോ നിന്ദിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ആരാണോ സ്തുതിക്കുന്നത്. പഴയ കാഴ്ചപ്പാടിനെ പൂർണ്ണമായി മാറ്റി ഭഗവാൻ പുതിയ കാഴ്ചപ്പാട് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് എന്താ ഭഗവാൻ ചെയ്യുന്നത്? തേഷാം അജ്ഞാനജം തമ അഹം നാശയാമി. അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള, ഇപ്പൊ തന്നെ ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട്, സ്വാമി ഇത് വളരെ നേരത്തെ കേൾക്കേണ്ടതായിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. പലരും ഒരുപാട് സ്വാമിക്ക് ടിവിയിൽ നിന്ന് എന്താ പറയാ കണ്ടിട്ട് എഴുതിയിട്ടുള്ളവരുണ്ട്. ഒന്നുമില്ല, ഇപ്പൊ പത്രങ്ങൾ തന്നെ ചെയ്യുന്ന എന്ത് വലിയ കാര്യമാണെന്നറിയോ? പത്രത്തിൽ മാത്രം നോക്കിയിട്ട് അത് വലിയൊരു ആശ്വാസം. പത്രത്തിന് വലിയൊരു ദൗത്യം ഇതിൽ ചെയ്യാനുണ്ടെന്ന് ഇത് തന്നെ ഒരു സ്പഷ്ടമായ ഒരു കാര്യമാണ്. ഇതൊരു ട്രയലായിരുന്നല്ലോ പത്രത്തെ സംബന്ധിച്ച്. അപ്പൊ നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് എന്താ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല. ആളുകൾക്ക് വേണം, ഇത് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയാം. അവരുടെ അജ്ഞാനത്തെ നീക്കാൻ പോകുന്നതാണത്. പ്രത്യേകിച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഹെഡ്ലൈൻ കൊടുക്കുമ്പോൾ വളരെ താല്പര്യത്തോടു കൂടി അതിന്റെ ആഴത്തിലേക്ക് പോകാൻ ശ്രമം നടത്തുന്നു. അതിലൂടെ വന്നിട്ടുള്ളവരിവിടെയുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ എന്താ പറയാ ആ അറിവ് വരുന്ന സമയത്ത് എത്ര വർഷങ്ങളുള്ള എന്താ പറയാ എത്രയോ കാലങ്ങളെ കൊണ്ട് സമാഹരിച്ച അറിവില്ലായ്മയായിരിക്കാം. ചെറുപ്പം മുതൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നാട്ടുകാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈശ്വരനെ കുറിച്ചും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും കൂടെ ഒരു ഗീതയൊക്കെ അങ്ങോട്ട് എന്താ പറയാ കാശി കുറുക്കി അവരങ്ങോട്ട് പറയും. എന്താ ഇപ്പൊ സ്വാമി ഇപ്പൊ 108 ദിവസം പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. എന്താ നന്നായിട്ട് ജീവിക്കണം എന്നല്ലേ? അതെ, നന്നായിട്ട് ജീവിക്കണം. എന്നിട്ടിപ്പോ എന്താ നിങ്ങൾക്ക് പറ്റാത്ത? അതിപ്പം ആർക്കപ്പം പറ്റുക അല്ലേ? അല്ലെങ്കിൽ പറയും എന്താ ഉത്തരവാദിത്വം, സ്വകർമ്മം നന്നായിട്ട് ചെയ്യണം. ഇതല്ലേ സ്വാമി അവിടെ പറയുന്നത്? അത് എനിക്കറിയാം. അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തോ ഈ സ്വാമിമാര് അല്ലെങ്കിൽ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് കളവ് പറയരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ കുറെ വിലക്കുകൾ. ഈ പ്രപഞ്ചത്തിന്റെ പാരസ്പര്യത്തെക്കുറിച്ചോ തന്റെ ആഴങ്ങളിലുള്ള തന്റെ വികാര വിചാരങ്ങൾ ഇതിനടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്, തന്നിലുണ്ടാവുന്ന ഭാവമാറ്റം, ഇങ്ങനെ പല എന്താ പറയാ പലതും ഒരു സമയത്ത് ഒന്ന് തോന്നുന്നു, വേറെ സമയത്ത് വേറൊന്ന് തോന്നുന്നു, ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല. ഇങ്ങനെയുള്ള കർമ്മത്തിന്റെ അനന്തമായിട്ടുള്ള സാധ്യതകളും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ അത് ഏത് പ്രകാരത്തിൽ ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കുന്നതൊക്കെ വളരെ വൈകിട്ടാണ്, വളരെ വളരെ വൈകിട്ട്. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അജ്ഞാനജം തമ നാശയാമി, അത് ഞാനാണ് നശിപ്പിക്കുന്നത്. ഇതിന് നമ്മൾ നിന്നുകൊടുത്തു കഴിഞ്ഞാൽ എന്താ യുദ്ധം അവസാനിക്കും. അതിന് നിൽക്കുന്നില്ല എങ്കിലോ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. യുദ്ധത്തിനൊരു അവസാനം വേണമെങ്കിൽ
ഇവിടെ ഇതിന് നമ്മൾ നിന്നു കൊടുക്കേണ്ടതുണ്ട്. ഇത്രയൊക്കെ ആയപ്പോൾ അർജുനന് കുറച്ച് സംശയങ്ങളുണ്ട്. ഭഗവാന്റെ മുൻപിൽ അർജുനൻ അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ അർജുനൻ സംശയത്തെ അവതരിപ്പിക്കുന്നു. നോക്കാം. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്ത്വാം ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷി മേ. അർജുന ഉവാച. അർജുനൻ ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ ഈ ശ്ലോകത്തില്, ഈ അധ്യായത്തിന്റെ ആരംഭത്തില് ഭഗവാൻ അർജുനോട് പറഞ്ഞു, അർജുന, നീ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അത് ഭഗവാൻ എപ്പോഴും പറയുന്നതാണ്. എന്നാലും അങ്ങനെയുള്ള നിനക്കായിക്കൊണ്ട് ഞാൻ കാര്യങ്ങൾ വീണ്ടും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യം പറഞ്ഞപ്പോൾ അർജുനന് ചെറിയ സംശയങ്ങൾ. അത് ഭഗവാന്റെ മുൻപിൽ അർജുനൻ അവതരിപ്പിക്കുന്നു. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്ത്വാം ഋഷയഃ സർവേ ദേവർഷി നാരദഃ തഥാ അസിതഃ ദേവലഃ വ്യാസഃ സ്വയം ച ഏവ ബ്രവീഷി മേ. ഭഗവാനെ, അങ്ങ് എന്നോട് പറഞ്ഞാൽ എന്തൊക്കെയാ അർജുനൻ അറിയേണ്ടത് ചോദിക്കുന്നു. ഭവാൻ പരം ബ്രഹ്മ, അങ്ങ് ആരാണ്? മനസ്സിലായി എനിക്ക് എന്ന് പറയാം. അങ്ങ് പരം എന്ന് പറഞ്ഞാൽ ദേശ കാല വസ്തു പരിമിതികളൊന്നും ഇല്ലാത്ത നിത്യമായ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ആ ബ്രഹ്മം, സത് വസ്തു, അതാണ് അങ്ങ് പരം ബ്രഹ്മ. പരം ധാമ, പരമമായ ധാമം, ആശ്രയസ്ഥാനവും അങ്ങ് തന്നെയാണ് എന്ന് പറയുന്നു. പവിത്രം, അങ്ങാരാണ് പവിത്രം, അങ്ങേയറ്റം ശുദ്ധമാർന്നത് എന്ന് പറയും. മാലിന്യങ്ങൾ ഏൽക്കാത്തത്, അല്ലെങ്കിൽ മറ്റൊന്ന് കലരാത്തത്, അതാണ് പവിത്രം. മറ്റൊന്നും കലരാത്തത്. തത് മാത്രം, തന്മാത്ര എന്ന് പറയാം. സിനിമയല്ല, തന്മാത്ര, അത് മാത്രം, മറ്റൊന്നും കലരാത്തത്. പിന്നെയോ പവിത്രം ത്വാം, അങ്ങയെ ശാശ്വതം ദിവ്യം ആദിദേവം, ശാശ്വതം എന്നും ഉള്ളത്, ശാശ്വതം നിത്യമായത്. അപ്പൊ ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും കാരണമായി ജാതമായി കുറച്ചു കാലം നിലനിന്ന് പിന്നെ ഇല്ലാതെ ആയവനെ ശാശ്വതൻ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം. എന്നും ഉള്ളത്. അതുകൊണ്ട് ശാശ്വതം, അതുപോലെ ദിവ്യം, ദിവ പ്രകാശം എന്ന് പറയാം, പ്രകാശ സ്വരൂപനായിട്ടുള്ള ദിവ്യം, ആദിദേവം, ദേവാദിദേവന്മാർക്കൊക്കെ മുൻപേ ഉണ്ടായിട്ടുള്ളത്. എല്ലാ ദേവന്മാരും അങ്ങയിൽ നിന്നാണ് ജാതമായത് എന്നങ്ങ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഋഷികളും മുനികളും എല്ലാവർക്കും ആദിയാണ് ഞാൻ, അതുകൊണ്ട് അവരൊന്നും എന്നെ അറിയുന്നില്ല. ഇതൊക്കെ അർജുനൻ മനസ്സിലാക്കി എന്ന് പറയാം. ആദിദേവം, അതുപോലെ അജം, അങ്ങ് ജനനമില്ലാത്തവനാണ്, ജനിക്കാത്തവനാണ്. വിഭും, എല്ലാറ്റിന്റെയും വിഭുവാണ്, സർവവ്യാപിയാണ്. വിഭും. പുരുഷം, പുരുഷം എന്ന് പറഞ്ഞാൽ പുരുഷനായും നിറഞ്ഞു നിൽക്കുന്നത്. പൂർണ്ണത്വാത് ഇതി പുരുഷഃ. സർവേ ഋഷയഃ, എല്ലാ ഋഷികളും തഥാ അപ്രകാരം, എല്ലാ ഋഷികളും അതുപോലെ. ഇനി ഇവിടെ അർജുനൻ പേരെടുത്ത് പറയാണ്. ആരൊക്കെയാണ്? ദേവർഷി നാരദഃ, ദേവർഷിയായിട്ടുള്ള നാരദൻ. നാരദൻ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസത്തിലും അതുപോലെ ഉപനിഷത്തിലും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് നാരദന്റേത് എന്ന് പറയാം. ഉപനിഷത്ത് വിദ്യാർത്ഥിയാണ് നാരദൻ, ഒരു ഉപനിഷത്തുകളിൽ, അതുപോലെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം നാരദനെ കാണാം. നാരദൻ ചിരഞ്ജീവിയാണെന്ന. എന്താ ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ? നാരദൻ എന്ന് പറഞ്ഞാൽ നാരം ദദാതി ഇതി നാരദഃ. നാരൻ എന്ന് പറഞ്ഞാൽ പരമാത്മ വിഷയകം ജ്ഞാനം നാരം. അപ്പൊ നാരായണനെ പ്രദാനം ചെയ്യുന്നവൻ നാരദൻ, അറിവ് കൊടുക്കുന്നവൻ, അറിവ് കൊടുക്കുന്നവർ ചിരഞ്ജീവിയാണ് എന്നാണ്. അത്
പരമ്പരയാണ്. അതുകൊണ്ട് അതങ്ങനെ നിലനിൽക്കുന്നു. ഈ നാരദൻ മാത്രമല്ല ചിരഞ്ജീവി, ആസുരികമായിട്ടുള്ള ഭാവമുള്ള പല ചിരഞ്ജീവികളും ഉണ്ട്. അതുണ്ട്. കാലാകാലം നിൽക്കാത്ത അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്, അല്ലേ? അതെ, അങ്ങനെയുണ്ട്. അതായത് അത്തരത്തിലുള്ള പ്രവൃത്തികള് എല്ലാ കാലത്തും ഉണ്ടാവുന്ന, ഈ ആറ്റം ബോംബ് പൊട്ടിക്കാനുള്ള ചിന്ത ഉണ്ടാവുന്നവർക്കൊക്കെ ഈ അശ്വത്ഥമാവിന്റെ ചിന്തയാണ്. കുട്ടികളെ കൊല്ലുന്ന ഇതൊക്കെ അവരൊക്കെ എന്നും ഉണ്ടാവും. അത്തരം പ്രവൃത്തികൾ ഇപ്പൊ ദേവർഷിയായിട്ടുള്ള ദേവന്മാർക്ക് മുഴുവൻ സമ്മതനായിട്ടുള്ള, ഏവർക്കും സമ്മതനായ ഒരു മഹാനുഭാവനാണ് നാരദൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വേറൊരു പ്രകാരത്തിലാണ്. അമ്മ മകനോട് പറയാണ്, എടാ നീ എന്തിനാണെടാ നാരദന്റെ പണിയെടുക്കുന്നത്? ശരിക്കത് മകന് നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടലാണ്. പക്ഷെ മകനത് അങ്ങനെയാണോ? നിങ്ങൾക്ക് വേറെ ഞാൻ എന്ത് നാരദന്റെ പണിയെടുത്ത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഞാൻ അത്ര നല്ല പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല. ദയവേത് ഈ ഇരിക്കുന്ന ആളുകളും കുറച്ചു പേരെങ്കിലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ മാറ്റണം എന്ന് പറയാം. കാരണം അങ്ങനെ കുട്ടികൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു ഋഷി എന്ന് മനസ്സിലാക്കില്ല. പിന്നെ സീരിയൽ നിർമ്മാതാക്കൾ മുഴുവൻ അദ്ദേഹത്തിനെ ഒരു കോമാളിയാക്കിയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതും അവരുടെ കാഴ്ചപ്പാടിന്റെ കുറവാണ്. ഇവിടെ ഭഗവത്ഗീതയിൽ അർജുനൻ എടുത്ത ആദ്യം തന്നെ ഉദ്ധരിക്കുന്ന ഋഷി ദേവർഷി നാരദ, ദേവർഷിയായിട്ടുള്ള നാരദനും അതുപോലെ അസിതനും ദേവലഹ, ദേവലനും വ്യാസഹ, വ്യാസനും ആഹുഹു പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇവരൊക്കെ ഗംഭീരന്മാരാണെന്ന് പറയാം. ഋഷി പരമ്പരയിൽ